Hi students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൺസ്യൂമർ ബിഹേവിയർ അണ്ടർ ഓർഡിനൽ അപ്രോച്ച് ആണ്. ഇതിൽ ഒബ്ജക്റ്റീവ്സ്, ഇൻട്രൊഡക്ഷൻ, ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്, ഇൻഡിഫറൻസ് കർവ് അനാലിസിസ്, ഇൻഡിഫറൻസ് ഷെഡ്യൂൾ, ഇൻഡിഫറൻസ് കർവ്, ഇൻഡിഫറൻസ് മാപ്പ്, then law of diminishing marginal rate of substitution, properties of indifference curve, then some exceptional shapes of indifference curve, budget line, shifts in budget line, then consumer equilibrium through indifference curve analysis, some exceptions, exceptional shapes of indifference curve and corner solution, equilibrium, then price effect as combination of income effect and substitution effect, income effect, substitution effect, price effect separately, then measuring income and substitution effects of price change, then comes derivation of demand curve from indifference curves. So these are the topics that we are dealing in this chapter. Okay, let's see the topics. First, a rational consumer wants to maximize his satisfaction derived from consumption of various goods, but is subject to his budget constraint. In this unit, we will examine the concept of consumer equilibrium using ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. ഒരു റാഷണൽ കൺസ്യൂമർ എപ്പോഴും അദ്ദേഹത്തിന്റെ സാറ്റിസ്ഫാക്ഷൻ മാക്സിമൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അദ്ദേഹം കൺസ്യൂം ചെയ്യുന്ന ഗുഡ്സിൽ നിന്നും മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടണം. ബട്ട് ഇവിടെ ഒരു കൺസ്ട്രെയിന്റ് ഉള്ളത് ബഡ്ജറ്റ് ആണ്. ബഡ്ജറ്റ് മീൻസ് ഇസ് ഇൻകം ആണ് കൺസ്ട്രെയിന്റ്. അപ്പൊ എങ്ങനെയാണ് ആ ഒരു കൺസ്ട്രെയിന്റിൽ നിന്ന് ഒരു കൺസ്യൂമർ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ഡിറൈവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ അപ്രോച്ച് ഓർഡിനൽ അപ്രോച്ച് ആണ്, ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് ആണ്. ഇത് നിങ്ങൾ നേരത്തെ പഠിച്ച, കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചുമായിട്ട് ഡിഫറെന്റ് ആണ്. കാരണം കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചിൽ നമ്മൾ യൂട്ടിലിറ്റിയെ മെഷർ ചെയ്യാം, മണി ആസ് എ മെഷറിംഗ് റോഡ് വെച്ച് യൂട്ടിലിറ്റിയെ മെഷർ ചെയ്യാം എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരിക്കലും യൂട്ടിലിറ്റിയെ മെഷർ ചെയ്യാൻ പറ്റില്ല. ലൈക്ക് യൂട്ടിൽസ് ഓർ ക്വാണ്ടിറ്റീസ് ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ മണി ഒരു മെഷറിംഗ് റോഡായിട്ട് നമുക്ക് യൂട്ടിലിറ്റിയെ മെഷർ ചെയ്യാൻ പറ്റില്ല. പകരം റാങ്ക് ചെയ്യാനേ പറ്റുള്ളൂ എന്നാണ് ഓർഡിനൽ ഇക്കോണമിസ്റ്റ് പറഞ്ഞത്. ഇവിടെ ഇംഗ്ലീഷ് ഇക്കോണമിസ്റ്റ് എഡ്ജ്വർത്ത് ആണ് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചിനെ ക്രിട്ടിസൈസ് ചെയ്തത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ കാർഡിനൽ അപ്രോച്ചിലെ എല്ലാം അസംഷൻസും അൺറിയലിസ്റ്റിക് ആണ്. അദ്ദേഹം പറഞ്ഞത് മെഷർമെന്റ് ഓഫ് യൂട്ടിലിറ്റി ഇൻ ക്വാണ്ടിറ്റേറ്റീവ് സ്കെയിൽ ഇസ് നൈദർ പോസിബിൾ ഓർ നോർ നെസസറി. ഒരാളുടെ യൂട്ടിലിറ്റിയെ നമുക്ക് ഒരിക്കലും ക്വാണ്ടിറ്റീവ് സ്കെയിലില്, ക്വാണ്ടിറ്റി മീൻസ് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്ന ആ ഒരു രീതിയിൽ ഒരിക്കലും മെഷർ ചെയ്യാൻ പറ്റില്ല എന്നാണ് എഡ്ജ്വർത്തിനെ പോലെയുള്ള ഓർഡിനൽ ഇക്കോണമിസ്റ്റ് പറഞ്ഞത്. ദിസ് ഐഡിയ ഗേവ് ബർത്ത് ടു ഓർഡിനൽ അപ്രോച്ച്. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ഒരു ഐഡിയ ആണ് ഓർഡിനൽ അപ്രോച്ചിന് രൂപം കൊടുക്കുന്നത്. Edgeworth also believed that all consumer behavior can be measured in terms of preferences and rankings and can be understood using indifference curve approach. അപ്പോൾ ഇവിടെ ഇൻഡിഫറൻസ് കർവ് അപ്രോച്ചിലൂടെ ഈ ഒരു പ്രിഫറൻസസ്, കൺസ്യൂമറിന്റെ ബിഹേവിയറിൽ ഉണ്ടാകുന്ന പ്രിഫറൻസ് മെഷർ ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ എഡ്ജ്വർത്ത് പറയുന്ന റാങ്ക് ചെയ്യാൻ പറ്റും എന്നാണ്. അതായത് പ്രിഫറൻസിനെ നമുക്ക് റാങ്ക് ചെയ്യാം, അല്ലാതെ ക്വാണ്ടിറ്റേറ്റീവ്ലി മെഷർ ചെയ്യാൻ പറ്റില്ല. ഏതുപോലെ കാർഡിനൽ അപ്രോച്ചിൽ പറഞ്ഞതുപോലെ ഒരിക്കലും ക്വാണ്ടിറ്റേറ്റീവ്ലി യൂട്ടിലിറ്റിയെ മെഷർ ചെയ്യാൻ പറ്റില്ല. പകരം ഈ ഇൻഡിഫറൻസ് കർവ് ഉപയോഗിച്ച് നമുക്ക് റാങ്ക് ചെയ്യാനേ പറ്റുള്ളൂ. ഓക്കെ, അതാണ് ഈ ഒരു തിയറിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു, ദോ ദിസ് അപ്രോച്ച് വാസ് ഒറിജിനലി പ്രൊപ്പോണ്ടഡ് ബൈ എഡ്ജ്വർത്ത് ആണ് ഈ തിയറി പ്രൊപ്പൗണ്ട് ചെയ്തത്. പിന്നെ അതിനുശേഷം വിൽഫ്രെഡോ പാരറ്റോ, സ്ലറ്റ്സ്കി, RGD അലൻ, JR ഹിക്സ് ഇങ്ങനെയുള്ള ഇക്കോണമിസ്റ്റ് ഇതിൽ ഡെവലപ്മെന്റ്സ് വരുത്തി, എന്നിട്ട് അതിന് ചില മാറ്റങ്ങൾ വരുത്തി. ആ മാറ്റങ്ങളെല്ലാം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. അസംഷൻസ് ആണ് ഈ ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചിന്റെ അസംഷൻസ് ആണ്. നമ്പർ 1, കൺസ്യൂമറിന്റെ റാഷണാലിറ്റി ആണ്. കൺസ്യൂമർ എന്താണ് എപ്പോഴും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടാനായിട്ട് പ്രിഫർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. Then 2, indifference curve analysis assumes that utility is only ordinally expressible. ഓർഡിനലി എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് യൂട്ടിലിറ്റി, അല്ലാതെ കാർഡിനലി എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. കാർഡിനലി മീൻസ് നമ്പർ വൈസ് അല്ലെങ്കിൽ മണി വൈസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. ക്വാണ്ടിറ്റി വൈസ് ഒരിക്കലും മെഷർ ചെയ്യാൻ പറ്റില്ല. പകരം എനിക്ക് പറയാം, ഇപ്പോൾ ഒരു കമോഡിറ്റി കൺസ്യൂം ചെയ്തതിൽ എനിക്ക് 2 യൂണിറ്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടി, അല്ലെങ്കിൽ 3 യൂണിറ്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് പറയാൻ പറ്റുന്നത് എയും ബിയും രണ്ട് കമ്മോഡിറ്റി ഉണ്ടെങ്കിൽ ഞാൻ എയേക്കാളും എനിക്ക് ബി ആണ് ഇഷ്ടം എന്ന് ഞാൻ പറയുന്നു.
അങ്ങനെ എനിക്ക് പ്രിഫറൻസ് റിവീൽ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അല്ലാതെ ഒരിക്കലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. എനിക്ക് എ എന്ന് പറയുന്ന കമോഡിറ്റി 5 യൂണിറ്റും ബി എനിക്ക് 10 യൂണിറ്റും സാറ്റിസ്ഫാക്ഷൻ തരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ എ പ്രിഫർ ചെയ്യുന്നു അല്ലെ ബി പ്രിഫർ ചെയ്യുന്നു. അങ്ങനെ ഒരിക്കലും നമുക്ക് യൂട്ടിലിറ്റിയെ ക്വാണ്ടിറ്റേറ്റീവ്ലി മെഷർ ചെയ്യാൻ പറ്റില്ല എന്നാണ് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് പ്രകാരം പറയുന്നത്. ഓക്കെ, അപ്പൊ യൂട്ടിലിറ്റി ഡിറൈവ്ഡ് ഫ്രം ടു ഗുഡ്സ് ക്യാൻ ബി കമ്പയർഡ് ആസ് മോർ, ലെസ് ഓർ ഈക്വൽ, ബട്ട് നോട്ട് ഹൗ മച്ച് മോർ ഓർ ലെസ്. അപ്പൊ യൂട്ടിലിറ്റിയെ നമുക്ക് ഇവിടെ എങ്ങനെ കമ്പയർ ചെയ്യാം? കൂടുതൽ കിട്ടി അല്ലെങ്കിൽ കുറവ് കിട്ടി അല്ലെങ്കിൽ ഈക്വൽ കിട്ടി എന്ന് പറയാൻ പറ്റും. പക്ഷെ എത്രത്തോളം കൂടുതൽ എത്രത്തോളം കുറവ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഏതില്? ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് അല്ലെങ്കിൽ ഇൻഡിഫറൻസ് കർവ് അപ്രോച്ച് പ്രകാരം. ഇപ്പൊ ഇവിടെ ഈ ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചിന്റെ മറ്റൊരു പേരാണ് ഇൻഡിഫറൻസ് കർവ് അപ്രോച്ച് എന്ന്. കാരണം എന്താന്ന് വെച്ചാല് ഇവിടെ യൂട്ടിലിറ്റിയെ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെഷറിംഗ് റോഡ് എന്ന് പറയുന്നത് ഇൻഡിഫറൻസ് കർവ് ആണ്. അത് ഞാൻ ഇനി ഇൻഡിഫറൻസ് കർവ് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇൻഡിഫറൻസ് കർവിലൂടെ നമ്മൾ യൂട്ടിലിറ്റിയെ മെഷർ ചെയ്യുന്നതെന്ന്. അപ്പൊ ഇപ്പൊ മനസ്സിലാക്കുക, ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് തന്നെയാണ്. ഇനി മൂന്നാമത്തെ അസംഷൻ ട്രാൻസിറ്റിവിറ്റി ആണ്. ഇവിടെ കൺസ്യൂമർ ചോയ്സസ് ആർ അസ്യൂംഡ് ടു ബി ട്രാൻസിറ്റീവ് എന്ന് വെച്ചാല് കൺസ്യൂമറിന്റെ ചോയ്സ് ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് കൺസ്യൂമർ പ്രിഫർ ചെയ്യുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ അപ്പോൾ ഒന്നാമത്തെ കമ്മോഡിറ്റി രണ്ടാമത്തെ കമ്മോഡിറ്റിയെക്കാൾ എത്രത്തോളം കൂടുതൽ പ്രിഫർ ചെയ്യുന്നു എന്ന് നമുക്ക് കൺസ്യൂമറിന്റെ പ്രിഫറൻസിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. അതെങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ കൺസ്യൂമർ 3 കമ്മോഡിറ്റീസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, എയും ബിയും സിയും 3 കമ്മോഡിറ്റീസ് ഉണ്ട്. അപ്പൊ കൺസ്യൂമർ എ ബിയെക്കാളും പ്രിഫർ ചെയ്യുന്നു, ബി സിയെക്കാളും പ്രിഫർ ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ കൺസ്യൂമർ എപ്പോഴും സിയെക്കാളും എന്ത് തന്നെ പ്രിഫർ ചെയ്യണം? എ പ്രിഫർ ചെയ്യണം. മനസ്സിലായോ? ബിയെക്കാൾ എ പ്രിഫർ ചെയ്യുന്നു, സിയെക്കാളും ബി പ്രിഫർ ചെയ്യുന്നുവെങ്കിൽ ഉറപ്പായിട്ടും സിയെക്കാളും എ തന്നെ പ്രിഫർ ചെയ്യപ്പെട്ടിരിക്കണം. അങ്ങനെ ഒരു പ്രിഫറൻസിനെയാണ് നമ്മൾ ട്രാൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രാൻസിറ്റിവിറ്റിയും എന്താണ്? ഒരു അസംഷൻ ആണ്. ഇതിന്റെ ഈ എന്താണ് നമ്മുടെ ഇൻഡിഫറൻസ് കർവ് അപ്രോച്ചിന്റെ ഒരു അസംഷൻ ആണ് ട്രാൻസിറ്റിവിറ്റി. അടുത്തെന്താണ്? കൺസിസ്റ്റൻസി ആണ്. എന്ന് വെച്ചാൽ എന്താണ്? കൺസിസ്റ്റൻസി മീൻസ് ഒരു കൺസ്യൂമർ ഒരു പ്രിഫറൻസ് എടുത്തു, എങ്ങനെയെങ്കിൽ ആ കൺസ്യൂമർ ആ പ്രിഫറൻസിൽ തന്നെ പൂർണ്ണമായിട്ടും നിൽക്കണം. അതായത് എ ഓവർ ബി ഇൻ വൺ പീരീഡ്, he or she will not prefer B over A in any other period. അപ്പൊ എ ആണ് ബിയെക്കാളും പ്രിഫർ ചെയ്തെങ്കിൽ ഒരു കാരണവശാലും ഒരു ആ ടൈം പീരീഡിൽ അല്ലെങ്കിൽ മറ്റൊരു ടൈം പീരീഡിൽ അദ്ദേഹം ബി എയെക്കാളും പ്രിഫർ ചെയ്യരുത് എന്നുള്ളതാണ് കൺസിസ്റ്റൻസി. കൺസിസ്റ്റന്റ് ആയിരിക്കണം. ഒരു ചോയ്സ് എടുത്താൽ അയാൾ അതിൽ തന്നെ കൺസിസ്റ്റ് ആയെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അദ്ദേഹത്തിന്റെ പ്രിഫറൻസ് സ്ട്രോങ് ആണെന്ന്. അതുപോലെ നോൺ സാറ്റിറ്റി ഇസ് ദ അനദർ assumption. That is, this assumption means that a consumer prefers a larger quantity of all the goods over smaller quantities of the same. ഇത് യൂഷ്വൽ ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ്. നമ്മളെപ്പോഴും കൂടുതൽ ക്വാണ്ടിറ്റി ആണല്ലോ സ്മോൾ ക്വാണ്ടിറ്റിയെക്കാളും പ്രിഫർ ചെയ്യുന്നത്. ആ ഒരു പ്രിഫറൻസ് ഇവിടെ കൺസ്യൂമർ ഉണ്ടാവണം എന്നുള്ളതാണ്. അടുത്തത് ഡിമിനിഷിംഗ് MRS ആണ്. ദാറ്റ് ഇസ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി, ഡിമിനിഷിംഗ് മാർജിനൽ സബ്സ്റ്റിറ്റ്യൂഷൻ. ഇപ്പൊ ഇവിടെ MRS എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് എ കൺസ്യൂമർ ഇസ് വില്ലിംഗ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് വൺ കമോഡിറ്റി ദാറ്റ് ഇസ് X for another commodity that is Y while maintaining the same utility or level of satisfaction to the consumer. ഇവിടെ 2 കമോഡിറ്റീസ് ഉണ്ട്, എക്സും വൈയും. ഓക്കെ, അപ്പൊ ഇവിടെ എക്സിനെ വൈ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. മനസ്സിലായോ? 2 കമോഡിറ്റീസ് ഉണ്ട്, എക്സും വൈയും. അപ്പൊ എക്സിനെക്കാളും വൈ പ്രിഫർ ചെയ്യുന്നു അല്ലെങ്കിൽ വൈയെക്കാളും എക്സ് പ്രിഫർ ചെയ്യുന്നു എങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഇപ്പൊ എനിക്ക് എക്സ് ആണ് കൂടുതൽ ഇഷ്ടമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? വൈക്ക് പകരം എക്സ് കൂടുതൽ വാങ്ങാന്ന് വിചാരിക്കും. കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് പറയണേ, ഓറഞ്ച് ആൻഡ് ആപ്പിൾ 2 ഫ്രൂട്ട്സ് ഉണ്ട്. അപ്പൊ എന്റെ ഒരു 100 രൂപ കിട്ടി. അപ്പൊ എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? കുറച്ച് ആപ്പിളും കുറച്ച് ഓറഞ്ച്, 1/2 കിലോ ആപ്പിളും 1/2 കിലോ ഓറഞ്ചും ആയിട്ട് എനിക്ക് വേണമെങ്കിൽ ഈ 100 രൂപയ്ക്ക് വാങ്ങാം അല്ലെ? അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ആപ്പിൾ മാത്രം വേണമെങ്കിലും വാങ്ങാം അല്ലെ? അപ്പൊ ഓറഞ്ച് 1/2 കിലോ ഞാൻ വാങ്ങുന്ന സ്ഥാനത്ത് ഞാൻ ആപ്പിള് 1 കിലോ ആയിട്ട് വാങ്ങുന്നു. അല്ലെങ്കിൽ എനിക്ക് 2 1/2 kg വീതം വാങ്ങാം. അപ്പൊ ഇവിടെ ഞാൻ എന്താ പ്രിഫർ ചെയ്യണ്ടേ? ആപ്പിൾ മതിയെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഓറഞ്ചിന് പകരം കൂടി ഞാൻ ആപ്പിൾ വാങ്ങുന്നു എങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ ഓറഞ്ചിന് പകരം ആപ്പിളിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ക്ലിയർ ആണോ?
ഓറഞ്ചിന് പകരം ഞാൻ എന്തിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? ആപ്പിളിനെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എനിക്ക് ആദ്യം ഞാൻ വാങ്ങിയിരുന്നത് ഹാഫ് വീതമാണ് എങ്കിൽ എനിക്കിപ്പോ ഇവിടെ എന്ത് മതി? ആപ്പിൾ തന്നെ മതിയെങ്കിൽ ഓറഞ്ച് വാങ്ങുന്ന ക്വാണ്ടിറ്റിയും കൂടെ ഞാൻ എന്ത് വാങ്ങുന്നു? ഇവിടെ ആപ്പിൾ വാങ്ങുന്നു. അപ്പൊ ഇതിനെയാണ് MRS എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഞാൻ അങ്ങനെ ഓറഞ്ചിന് പകരം ആപ്പിൾ കൂടുതൽ വാങ്ങിയാലും എന്റെ സാറ്റിസ്ഫാക്ഷൻ മാറുന്നില്ല, സെയിം ആയിട്ട് നിൽക്കുന്നു. ദാറ്റ് മീൻസ് എന്റെ സാറ്റിസ്ഫാക്ഷന് കുറവൊന്നും തന്നെ ഉണ്ടാകുന്നില്ല. ഇതിനെയാണ് MRS എന്ന് പറയുന്നത്. സോ MRS is the rate at which a consumer is willing to substitute one commodity for another while maintaining the same utility or level of satisfaction to the consumer. ഓക്കെ, ഇത്രയുമാണ് ഈ ഒരു തിയറിയുടെ അസംഷൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ തിയറിയിലേക്ക് വരികയാണ്, ഇൻഡിഫറൻസ് കർവ് അനാലിസിസിലേക്ക് വരികയാണ്. ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയുന്നു? ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് എന്ന് പറയുന്നു. അപ്പൊ J.R. ഹിഗ്സ് എന്ന ഇക്കോണമിസ്റ്റ് ഈ കൺസെപ്റ്റ്, ഇൻഡിഫറൻസ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് ആദ്യമായിട്ട് ഉപയോഗിച്ചത് നമ്മുടെ J.R. ഹിഗ്സ് എന്ന ഇക്കോണമിസ്റ്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു അനലൈസ് കൺസ്യൂമർ ബിഹേവിയർ. ഇൻ ദ കോഴ്സ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് കൺസ്യൂമർ ഫൈൻഡ്സ് ഔട്ട് ദാറ്റ് ഗുഡ്സ് ക്യാൻ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫോർ ഈച്ച് അതർ ആൻഡ് ഐഡന്റിഫൈസ് വേരിയസ് കോമ്പിനേഷൻസ് ഓഫ് കമോഡിറ്റീസ് ദാറ്റ് ഗീവ് ഹിം ഈക്വൽ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്തത്? നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലെ കൺസ്യൂമർ എപ്പോഴും ഗുഡ്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കും, അല്ലെ? എന്നിട്ട് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഗുഡ് ഏതാണോ അതായിരിക്കും കൺസ്യൂമർ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്, അല്ലെ? അപ്പൊ വെൻ ഓൾ ദീസ് കോമ്പിനേഷൻസ് ആർ പ്ലോട്ട്, എന്നിട്ട് അപ്പൊ കൺസ്യൂമറിന്റെ ഈ പ്രിഫറൻസിനെ നമ്മളിപ്പോ എക്സും വൈയും രണ്ട് കമോഡിറ്റി ഉണ്ടെന്നിരിക്കട്ടെ. അപ്പൊ രണ്ടും പ്രിഫർ ചെയ്യുന്ന ഒരു കൺസ്യൂമർ ആണെങ്കിൽ അയാളുടെ എക്സിന്റെ പ്രിഫറൻസ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നു, അതുപോലെ വൈക്കുള്ള പ്രിഫറൻസ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നു. ഇങ്ങനെ ഈ രണ്ട് പ്രിഫറൻസും നമ്മൾ ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു കേർവ് കിട്ടും. ആ കേർവിന് പറയുന്ന പേരാണ് ഇൻഡിഫറൻസ് കേർവ്. നമുക്കിതിനെ എന്ത് വേണമെങ്കിലും ടേബിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഞാൻ എക്സ് എത്ര പ്രിഫർ ചെയ്തു, വൈ എത്ര പ്രിഫർ ചെയ്തു, അങ്ങനെ നമ്മൾ ടേബിൾ ഫോമിൽ കാണിക്കുമ്പോൾ അതിനെ ഇൻഡിഫറൻസ് ഷെഡ്യൂൾ എന്ന് നമ്മൾ ഡിമാൻഡിന്റെ കേർവും ഡിമാൻഡ് ഷെഡ്യൂൾ ഒക്കെ പഠിച്ച ഓർക്കുന്നുണ്ടോ? ഡിമാൻഡ് ഷെഡ്യൂള്, ഡിമാൻഡ് കേർവ്, സപ്ലൈ ഷെഡ്യൂള്, സപ്ലൈ കേർവ് ഒക്കെ പഠിച്ചില്ലേ? അതുപോലെ തന്നെയാണ് ഇവിടെ ഇൻഡിഫറൻസ് ഷെഡ്യൂൾ ഉള്ളത്. അപ്പൊ ഇവിടെ ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ട് കമോഡിറ്റീസ് ആണ്, എക്സും വൈയും. രണ്ട് കമോഡിറ്റിയെ എത്ര ക്വാണ്ടിറ്റി വീതം ഓരോ പ്രിഫറൻസിനും നമ്മൾ ഓർഡർ ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ഈ ടേബിളിൽ കാണിക്കുന്നത്. അപ്പൊ ഇവിടെ ഏത് പ്രിഫറൻസ് എടുത്താലും കൺസ്യൂമറിന്റെ സാറ്റിസ്ഫാക്ഷൻ സെയിം ആണ്. സിൻസ് ഓൾ ദ കോമ്പിനേഷൻസ് ഗീവ് ഈക്വൽ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ, കൺസ്യൂമർ ഇസ് ഇൻഡിഫറന്റ് ബിറ്റ്വീൻ ദം. അപ്പൊ ഇവിടെ ഏത് കോമ്പിനേഷൻ എടുത്താലും കൺസ്യൂമറിന് സാറ്റിസ്ഫാക്ഷൻ സെയിം ആയതുകൊണ്ട് ഏതെടുക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ മാത്രമേ കൺസ്യൂമറിനുള്ളൂ. ഏതെടുത്താലും സാറ്റിസ്ഫാക്ഷൻ സെയിം ആണ്. അപ്പൊ നോക്കുക, നമ്മുടെ ഈ ടേബിളില് നമ്മുടെ ഈ ഒരു പ്രിഫറൻസ് ആണ് റിവീൽ ചെയ്യുന്നത്. നോക്കുക, പ്രിഫറൻസിൽ ഇപ്പൊ എ എന്ന് പറയുന്ന കോമ്പിനേഷൻ ആണെങ്കിൽ കൺസ്യൂമർ ഗുഡ് 1+, ഇവിടെ y 12 ആണ്. സാറ്റിസ്ഫാക്ഷൻ കെ തന്നെയാണ്. ഇവിടെ ഒരു ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ മാറുന്നില്ല എന്ന് കാണിക്കാനാണ് ഈ കെ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ 1+ കപ്പ് ഓഫ് ടീ എടുത്താലും ഇവിടെ 12 യൂണിറ്റ്സ് ഓഫ് ബിസ്ക്കറ്റ് എടുത്താലും അയാള് സാറ്റിസ്ഫാക്ഷൻ കെ തന്നെയാണ്. ഇവിടെ 2+ഉം ഇത് 8 ആയിട്ട് കുറയ്ക്കുന്നു. ഇപ്പൊ 12ൽ നിന്ന് ഇത് 8 ആയിട്ട് കുറയ്ക്കുന്നു, പക്ഷെ ഇവിടെ 2 ആഡ് ചെയ്യുന്നു, കൂടുതലാക്കുന്നു. അപ്പൊ എന്താണ്? 2 ആക്കിയല്ലേ, 2 കൂടുതലാക്കിയപ്പോ എത്രയാണ്? സാറ്റിസ്ഫാക്ഷൻ സെയിം തന്നെയാണ്. ഇവിടെ നോക്കുക, 5 ആയിട്ട് കുറച്ചു, പക്ഷെ ഇവിടെ 3+ ചെയ്തു. ദാറ്റ് മീൻസ് 3 യൂണിറ്റ്സ് ഓഫ് ടീ കിട്ടി. അപ്പോ എന്താണ്? സാറ്റിസ്ഫാക്ഷൻ സെയിം തന്നെയാണ്. ഇവിടെ നമ്മുടെ ബിസ്ക്കറ്റ്സിന്റെ അളവ് കുറച്ചു, 3 ആക്കി. ഇത് ആഡ് ചെയ്തു എന്ന് കാണിക്കാനാണ് ഈ പ്ലസ് ഇട്ടേക്കുന്നത്. പ്ലസ് ഉണ്ടോ നിർബന്ധമില്ല. യു ക്യാൻ പുട്ട് 1, 2, 3, 4, 5 ലൈക്ക് വാല്യൂസ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ y കുറയ്ക്കുകയാണ്. 12ൽ നിന്ന് 8 ആയിട്ട് കുറച്ചു, അപ്പൊ ഇവിടെ 1ൽ നിന്ന് 2 ആയിട്ട് ആഡ് ചെയ്തു. അതുപോലെ 8ൽ നിന്ന് 5 ആയിട്ട് കുറച്ചു, അപ്പൊ 2ൽ നിന്ന് 3 ആയിട്ട് വന്നു. 5ൽ നിന്ന് 3 ആയിട്ട് കുറച്ചു, ഇവിടെ 3ൽ നിന്ന് 4 ആയിട്ട് കൂട്ടി. ഇവിടെ 3ൽ നിന്ന് 2 ആയിട്ട് കുറച്ചു, ഇവിടെ 4ൽ നിന്ന് 5 ആയിട്ട് കൂട്ടി. അപ്പൊ നോക്കുക, ഈ ടീയുടെ കാര്യത്തിൽ നമ്മൾ കൂട്ടുകയാണ്, ബിസ്ക്കറ്റ്സിന്റെ കാര്യത്തിൽ നമ്മൾ കുറയ്ക്കുകയാണ്. പക്ഷെ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ എന്താണ്? സെയിം ആണ്. ക്ലിയർ ആയല്ലോ? ഇനി ഇതിനെ, ഈ ഒരു ടേബിളിനെ, ഇവിടെ നമ്മൾ കോമ്പിനേഷൻസ് ആണ് കാണിക്കുന്നത്. ഈ ടേബിളിനെ നമ്മൾ ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന കേർവ് ആണ് ഇൻഡിഫറൻസ് കേർവ്. ഇൻഡിഫറൻസ് കേർവ് ഇസ് ദ ലോക്കസ് ഓഫ് ഓൾ കോമ്പിനേഷൻസ് ഓഫ് 2 commodities which give the same level of satisfaction to the consumer. കൺസ്യൂമറിന് സെയിം ലെവൽ സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന കേർവ് ആണ് എന്ത്? ഇൻഡിഫറൻസ് കേർവ്. ഇവിടെ രണ്ട് കമോഡിറ്റീസിന്റെ ലോക്കസ് ഓഫ് കോമ്പിനേഷൻ. കമോഡിറ്റീസ് ഏതൊക്കെയാണ്? ഈ എക്സും വൈയുടെയും ലോക്കസ് ഓഫ് കോമ്പിനേഷൻസ് ആണ് നമ്മളിവിടെ മെഷർ ചെയ്യുന്നത്. ഓക്കെ, നമുക്കിതിനെ പ്ലോട്ട് ചെയ്യാം. കോൺവെക്സ് ടു ദ പോയിന്റ് ഓഫ് ഒറിജിൻ. ഇപ്പൊ ഈ കേർവിന്റെ ഷേപ്പ് നോക്കുക,
സി ദിസ് ഇസ് കോൺവെക്സ് കേർവ് ആണ്, കണ്ടല്ലോ. അപ്പൊ ഇവിടെ നമ്മൾ ഇത് ഗുഡ് 1, ഇവിടെ 12, 2 എന്ന് പറയുമ്പോൾ 8, 3 എന്ന് പറയുമ്പോൾ ഇത് നോക്കുക, നേരെ നോക്കുക, എത്രയാണിത്? 3യുടെ 4 ആണ്. യെസ്, നമ്മൾ ഇത് കറക്റ്റായിട്ട് നമ്മളൊരു സ്കെയിൽ വെച്ച് വരയ്ക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് ഇത് 4 ആയിട്ട് ഇങ്ങനെ കിട്ടും. അതുപോലെ 5 ആണെങ്കിൽ ഇത് 2 ഇങ്ങനെ കിട്ടും. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ യൂഷ്വലി നമ്മൾ പരീക്ഷയ്ക്കൊക്കെ വരയ്ക്കുമ്പോൾ ഇതുപോലെ നമുക്കടുത്ത് സ്കെയിലും പെൻസിലും ഒക്കെ വെച്ച് കറക്റ്റായിട്ട് പ്ലോട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പൊ നമ്മളൊരു ഇമാജിനറി ഫിഗേഴ്സ് അങ്ങ് കൊടുക്കുക, കറക്റ്റ് ആവണമെന്നുള്ളതേ ഉള്ളൂ. ഇവിടെ നമ്മളിപ്പോ 1 2 3 4 5 എന്ന് കൊടുക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് വേണേൽ 5 10 15 അങ്ങനെ നിങ്ങൾക്ക് എളുപ്പമുള്ള നമ്പർ കൊടുക്കാം. ഇവിടെ 2 4 6 8 കൊടുത്തേക്കുന്നത് എളുപ്പമാണ്, കുഴപ്പമില്ല. വേണേ 5 10 15 20 അങ്ങനെ വേണേ 5 വെച്ച് കൂട്ടി കൊടുക്കാം. ഇനി അതിലും എളുപ്പമാണ് 10 വെച്ച് കൊടുക്കുന്നത്. 10 20 30 40 അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. ഒറ്റ കാര്യമേ ഉള്ളൂ, ഇവിടെ കൂടുമ്പോൾ ഇവിടെ കുറയണമെന്നുള്ള ഒരു കണ്ടീഷനേ ഉള്ളൂ. ഇനി ഇതുപോലെയുള്ള നമ്പർ ഓഫ് ഇൻഡിഫറൻസ് കർവ് ചേരുന്നതാണ് ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ദ കോമ്പിനേഷൻസ് ഓഫ് 2 commodities of x and y given the indifference schedule are not only possible combinations for these commodities. IC curve of the schedule will be above IC1. അപ്പൊ ഇവിടെ നോക്കുക, ഇത്രയേ ഉള്ളൂ മനസ്സിലാക്കാനായിട്ട്. Consumer may take other combinations with more of one or both of the goods, each combination yielding the same satisfaction but greater than the satisfaction indicated. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ കൺസ്യൂമർ സെലക്ട് ചെയ്യുന്നു. അപ്പൊ ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള മറ്റൊരു കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കൺസ്യൂമർ അത് ചൂസ് ചെയ്യും, അല്ലെ? അങ്ങനെയാണ് നമ്പർ ഓഫ് ഇൻഡിഫറൻസ് കർവ്സ് വരുന്നത്. അപ്പൊ നമ്മൾ നോക്കാം, അത് റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന നോക്കുക. സി ഇവിടെ IC1 നമ്മൾ ഇവിടെ വരച്ചിരിക്കുന്ന കേർവ് എന്ന് പറയുന്നത് ഇത് IC1 ആണെന്ന് സങ്കല്പിക്കുക. ഓക്കെ, ഈ കോമ്പിനേഷൻ വെച്ച് നമ്മൾ വരച്ചിരിക്കുന്ന ഈ കേർവ് എന്താണ്? IC1 ആണ്. ഇതിന്റെ ഇവിടുത്തെ IC ഇൻഡിഫറൻസ് മാപ്പാണിത്. ഇൻഡിഫറൻസ് മാപ്പിൽ IC1 ആണ്. ഇവിടെ നോക്കുക, ഇതിന്റെ മുകളിലായിട്ട് IC2 ഉണ്ട്, ഇതിന്റെ മുകളിൽ IC3 ഉണ്ട്, ഇവിടെ IC4 ഉണ്ട്. അപ്പൊ ഈ ഓരോ കേർവ് മുകളിലേക്കുള്ള ഈ ഓരോ കേർവ് എന്താ കാണിക്കുന്നേ? ഏറ്റവും ഹയർ ആൻഡ് ഹയർ ഇൻഡിഫറൻസ് കേർവ് ആണ്. ദാറ്റ് മീൻസ് സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ യൂട്ടിലിറ്റി എന്താണ്? കൂടുതലാണ്. അപ്പൊ ഹയർ ആൻഡ് ഹയർ ഇൻഡിഫറൻസ് കേർവ് ഷോസ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ ഇവിടെ IC2 എന്ന് പറയുന്ന IC1നേക്കാളും സാറ്റിസ്ഫാക്ഷൻ കൂടുതലാണ്. IC3 എന്ന് പറയുന്ന IC2നേക്കാളും സാറ്റിസ്ഫാക്ഷൻ കൂടുതലാണ്. IC4 എന്ന് പറയുന്ന IC3യേക്കാളും സാറ്റിസ്ഫാക്ഷൻ കൂടുതലാണ്. അപ്പൊ ഇവിടെ ഇൻഡിഫറൻസ് കേർവ് മുകളിലേക്ക് പോകുന്നതനുസരിച്ച് എന്താണ്? ഇറ്റ് ഷോസ് ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഈസ് ഗ്രേറ്റർ ആൻഡ് ഗ്രേറ്റർ. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ നമ്മൾ അസംഷനിൽ പറഞ്ഞല്ലോ, എന്താണ്? ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആപ്ലിക്കബിൾ ആണെന്ന്. അപ്പൊ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഞാൻ അവിടെ തന്നെ പറഞ്ഞാണ്. റേറ്റ് അറ്റ് വിച്ച് എ കൺസ്യൂമർ വിൽ എക്സ്ചേഞ്ച് സക്സസീവ് യൂണിറ്റ്സ് ഓഫ് കമ്മോഡിറ്റി എ കമ്മോഡിറ്റി ഫോർ അനദർ. ഇവിടെ ഞാൻ പറഞ്ഞു എക്സ് ആൻഡ് വൈ 2 കമ്മോഡിറ്റീസ് ആണുള്ളത്. അപ്പം എക്സിന് വേണ്ടി വൈ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, അല്ലെ വൈക്ക് വേണ്ടി ഞാൻ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ആക്ച്വലി ഇവിടെ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ഇങ്ങനെ ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്റെ യൂട്ടിലിറ്റി എന്ത് ചെയ്യുന്നില്ല? മാറുന്നില്ല. അതാണ് ഇവിടുത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നോക്കുക, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് സിംബോളിക്കലി റെപ്രസെന്റ് ചെയ്യാം. MRS of x for y is equal to delta y by delta x. ഓക്കെ, അപ്പൊ ചേഞ്ച് ഇൻ y ബൈ ഇതെന്താ? ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ചേഞ്ച് എന്നാണ്. അപ്പൊ ചേഞ്ച് ഇൻ y ടു ചേഞ്ച് ഇൻ x. ഓക്കെ, വൈയിൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്തിന്റെ ഫലമായിട്ട്? എക്സിൽ ഉണ്ടാകുന്ന ചേഞ്ചിന്റെ ഫലമായിട്ട്. ഇനി ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ചാൽ വൺ ഓഫ് ദ ബേസിക് പോസ്റ്റുലേറ്റ്സ് ഓഫ് ഓർഡിനൽ യൂട്ടിലിറ്റി ഈസ് ദാറ്റ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഡിക്രീസസ്. ഇവിടെ ഞാനിങ്ങനെ ഓരോ കമ്മോഡിറ്റീസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന അനുസരിച്ച്, അതായത് എക്സിന് വേണ്ടി വൈ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ ഈ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കുറഞ്ഞുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അത് നമുക്കിനി ടാബുലർ റെപ്രസെന്റേഷൻ ഉണ്ട്. ദാറ്റ് മീൻസ് ക്വാണ്ടിറ്റി ഓഫ് എ കമ്മോഡിറ്റി ദാറ്റ് എ കൺസ്യൂമർ ഇസ് വില്ലിംഗ് ടു സാക്രിഫൈസ് ഫോർ അഡീഷണൽ യൂണിറ്റ് ഓഫ് അനദർ കമ്മോഡിറ്റി ഗോസ് ഓൺ ഡിക്രീസിങ്. അതായത് എക്സിന് വേണ്ടി ഞാൻ വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കൂടുതൽ കമ്മോഡിറ്റീസ് ഞാൻ ഓരോ കോമ്പിനേഷൻ സെലക്ട് ചെയ്യുന്ന അനുസരിച്ച് 1 2 3 4 അങ്ങനെ ഞാൻ പോകുമ്പോൾ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വൈയുടെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ഇവിടെ ഡിമിനിഷിംഗ് MRS എന്ന് പറയുന്നത്. ഇവിടെ നോക്കുക, ഇത് വളരെ ക്ലിയർ ആണ്, സിമ്പിൾ ആയിട്ടുള്ള ഒരു ടേബിൾ ആണ്. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന യൂണിറ്റ്സ് ഓഫ് എക്സ് അല്ലെ. അപ്പൊ 1 2 3 4 ഇത് എക്സ് എന്ന് പറയുന്ന കമ്മോഡിറ്റി, ഇത് വൈ.
അപ്പോൾ 1 യൂണിറ്റ് എക്സ്, ഇവിടെ 10 യൂണിറ്റ് വൈ ഉണ്ട്. ഓക്കെ, ഞാൻ എന്താ ചെയ്യുന്നത്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഈ എക്സിനെ വൈ വെച്ച് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകും. അപ്പൊ എനിക്ക് 2 യൂണിറ്റ് എക്സ് വേണം. ഞാൻ എന്ത് ചെയ്തു? ഇവിടെ 3 യൂണിറ്റ് വൈ അങ്ങ് സാക്രിഫൈസ് ചെയ്തു അല്ലെ? അപ്പോഴാണല്ലോ 7 വന്നേക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇവിടെ 1 യൂണിറ്റ് അഡീഷണൽ ആയിട്ട് എക്സ് കിട്ടുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ 3 യൂണിറ്റ് വൈ ആണ് ആദ്യം സാക്രിഫൈസ് ചെയ്യുന്നത്. ശ്രദ്ധിക്കണം, 3 യൂണിറ്റ് ആണ് ആദ്യം ഞാൻ സാക്രിഫൈസ് ചെയ്യുന്നത്. ഇനി നോക്കുക, വീണ്ടും എനിക്ക് 1 യൂണിറ്റ് ആണ്. ഇവിടെ ആകെ 1 യൂണിറ്റ് വെച്ചാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, എത്ര യൂണിറ്റ് വെച്ചാൽ ഇവിടെ ആഡ് ചെയ്യുന്നത്? ഇവിടെ 1ൽ നിന്ന് 2 ആയി, 2ൽ നിന്ന് 3 ആയി, 3ൽ നിന്ന് 4 ആയി. അതിന്റെ അർത്ഥം എന്താണ്? ഓരോ യൂണിറ്റ് എക്സ് ആണ് എനിക്ക് ഇവിടെ അഡീഷണൽ ആയിട്ട് വേണ്ടത്. അതിന് പകരം ഞാൻ വൈ എത്ര സാക്രിഫൈസ് ചെയ്യുന്നു നോക്കുക. ഇവിടെ 10ൽ നിന്ന് 7 ആയി, 7 ആയി കുറച്ചപ്പോൾ ഞാൻ 3 യൂണിറ്റ് സാക്രിഫൈസ് ചെയ്തു. അടുത്തതോ 2 യൂണിറ്റ്, 7ൽ നിന്ന് 5 ആയപ്പോൾ 2 യൂണിറ്റ് ഞാൻ സാക്രിഫൈസ് ചെയ്തോളൂ. അടുത്ത ഒരു സെലക്ഷനിൽ 5ൽ നിന്ന് 4, ദാറ്റ് മീൻസ് 1 യൂണിറ്റ് ആണ് ഞാൻ സാക്രിഫൈസ് ചെയ്തത്. അതായത് കൂടുതൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? കുറവ് യൂണിറ്റ് ഓഫ് വൈ മാത്രമേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഈ 3:1, 2:1, 1:1. ഓക്കെ, 1ന് വേണ്ടി 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ 1ന് വേണ്ടി 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. വീണ്ടും ഇവിടെ 1ന് വേണ്ടി 1 മാത്രമേ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഈ റേറ്റ്, ദാറ്റ് മീൻസ് ഈ ചേഞ്ച് ഉണ്ടല്ലോ, ഈ ഒരു റേഷ്യോ എന്താ മനസ്സിലാവുന്നേ? ഞാന് എക്സിന് വേണ്ടി വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, പക്ഷേ ആ സബ്സ്റ്റിറ്റ്യൂഷൻ റേറ്റ് എന്താണ്? ഗോസ് ഓൺ ഡിമിനിഷിംഗ്. ദാറ്റ് ഇസ് വാട്ട് ഇസ് ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ക്ലിയർ ആയല്ലോ? യെസ്. ഇനി നമ്മൾ ഇൻഡിഫറൻസ് കർവും മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനും കൂടെ നോക്കാം. ദ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, നമ്മൾ ഇത് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യണം. മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് എക്സ് ഫോർ വൈ ഇസ് ഇൻ ഫാക്ട് ദ സ്ലോപ്പ് ഓഫ് ദി കർവ്. അപ്പൊ എന്താണ് ഈ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പിനെ എന്ത് കാണിക്കുന്നു? മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനെ കാണിക്കുന്നു. ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനെ കാണിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതിന്റെ നമ്മളിത് നേരത്തെ മനസ്സിലാക്കിയല്ലേ? MRS of x for y is equal to delta y by delta x. അപ്പൊ നോക്കുക, ദിസ് ഇസ് ദ ഇൻഡിഫറൻസ് കർവ്. ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഷോസ് MRS. നോക്കുക, ഈ ഒരു പോയിന്റ് എന്താണ്? മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് 3:1 ആണ് കാണിക്കുന്നത്. ഇവിടെ 2:1. അപ്പൊ ഇതിങ്ങനെ സ്ലോപ്പ്, ഡൗൺവേർഡ് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ആ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കണ്ടില്ലേ? ഇവിടെ 3:1 ആണ്, ഇവിടെ 2:1 ആയി, പിന്നെ 1:1. അപ്പൊ അങ്ങനെ ഇത് ഡിമിനിഷിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നെഗറ്റീവ് ഇവിടെ എത്തുമ്പോഴത്തേക്ക് നെഗറ്റീവ് ആകുന്നു. ഓക്കെ, യെസ്. ഇനി നെക്സ്റ്റ് നമ്മുടെ പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. ഇൻഡിഫറൻസ് കർവിന് ചില പ്രോപ്പർട്ടീസ് ഉണ്ട്. ഒന്നാമതായിട്ട് നോക്കുക, ഇൻഡിഫറൻസ് കർവ് സ്ലോപ്സ് ഡൗൺവേർഡ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. അല്ലെ, ഇൻഡിഫറൻസ് കർവ് എന്താണ്? ഡൗൺവേർഡിലേക്ക് സ്ലോപ്പ് ചെയ്യാണ്. ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് സ്ലോപ്പ് ചെയ്യാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ദിസ് ആട്രിബ്യൂട്ട് ഇസ് ബേസ്ഡ് ഓൺ ദ അസംപ്ഷൻ ദാറ്റ് ഇഫ് എ കൺസ്യൂമർ യൂസസ് മോർ ക്വാണ്ടിറ്റി ഓഫ് വൺ ഗുഡ് ഹി ഹാസ് ടു റെഡ്യൂസ് ദ കൺസംഷൻ ഓഫ് അതർ ടു സ്റ്റേ ഓൺ ദ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ ഇവിടെ ഒരു കമ്മോഡിറ്റി സാക്രിഫൈസ്, ഒരു കമ്മോഡിറ്റി ഇവിടെ ഗുഡ് എക്സ് കിട്ടാൻ വേണ്ടി വൈ സാക്രിഫൈസ് ചെയ്യണം. ഓക്കെ, എക്സ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? വൈ സാക്രിഫൈസ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? ടു റിമെയിൻ ഓൺ ദ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷനിൽ കൺസ്യൂമറിന് നിൽക്കണമെങ്കിൽ കൺസ്യൂമർ ഒരു കമ്മോഡിറ്റി കൂടുതൽ കിട്ടാൻ വേണ്ടി മറ്റൊരു കമ്മോഡിറ്റി സാക്രിഫൈസ് ചെയ്യണം. അതുകൊണ്ടാണ് ഇവിടെ ഈ ഇൻഡിഫറൻസ് കർവിങ്ങിനെ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ട് മാറുന്നത്. ദെൻ ഇൻഡിഫറൻസ് കർവ്സ് ആർ ജനറലി കോൺവെക്സ് ടു ഒറിജിൻ. ഒറിജിനോട് കോൺവെക്സ് ആയിരിക്കും. ഈ ഒറിജിനുമായിട്ട് നോക്കുമ്പോൾ ഇതിന്റെ ഷേപ്പ് എന്താണ്? ഇങ്ങനെ കോൺവെക്സ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ മെഷർ ചെയ്ത് വരച്ചേക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഷേപ്പ് വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടല്ലോ, ഇൻഡിഫറൻസ് മാപ്പിൽ നിങ്ങൾ കണ്ടില്ലേ കർവിന്റെ ഷേപ്പ്? അതുപോലെയാണ് യൂഷ്വലി വരുന്ന ഷേപ്പ് എന്ന് പറയുന്നത്. നമ്മൾ കറക്റ്റ് ആയിട്ട് മെഷർമെന്റ് വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരുള്ളൂ. പക്ഷെ നമ്മളൊരു ഒരു ഫിനിഷിങ്ങിന് വേണ്ടി നമ്മൾ ആ ഒരു കാണിക്കാം, ഈ ഒരു ഷേപ്പ് വരയ്ക്കുമ്പോൾ അത് കോൺവെക്സ്, കറക്റ്റ് ആയിട്ട് അത് കോൺവെക്സ് നമുക്ക് കണ്ടില്ലേ? ഇപ്പൊ ഈ ഒറിജിനുമായിട്ട് എന്താണ് ഇത്? കോൺവെക്സ് ലെൻസിന്റെ ഒക്കെ ഒരു ഷേപ്പ് അല്ലേ? കണ്ടില്ലേ? കോൺവെക്സ്. നിങ്ങൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ആണെങ്കിൽ അത് ഇങ്ങനെയാ പഠിച്ചത്, കോൺകേവ് ഇങ്ങനെയാ പഠിച്ചത്. ഇവിടുന്ന് നമ്മളിങ്ങനെ വരച്ച് മല പോലെ ഇങ്ങനെ കേവ് പോലൊക്കെ അല്ലെ, കേവ് പോലെ വരയ്ക്കത്തില്ലേ ഇങ്ങനെ, അത് കോൺകേവ് ഷേപ്പ്. ഏതാണ്?
നമ്മൾ പഠിച്ച പ്രൊഡക്ഷൻ PPF പഠിച്ചില്ലേ ഫസ്റ്റ് ചാപ്റ്ററിൽ, പ്രൊഡക്ഷൻ പോസിബിലിറ്റി. ഇതിൻ്റെ അത് കോൺവെക്സ് ആണ്. രണ്ടും കൂടെ തിരിഞ്ഞു പോകരുത്. ഇൻഡിഫറൻസ് കർവിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ്? കോൺവെക്സും പ്രൊഡക്ഷൻ പോസിബിലിറ്റിയുടേത് കോൺകേവുമാണ്. അപ്പൊ നോക്കുക, അപ്പൊ പ്രോപ്പർട്ടി 1 മനസ്സിലായി. പ്രോപ്പർട്ടി 2 എന്ന് പറയുന്നത് എന്താണ്? ഈ ഷേപ്പാണ്, കോൺവെക്സ്. അതിന്റെ കാരണം എന്താണ്? ഈ ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി നിലനിൽക്കുന്നത്. എന്ത് പ്രോപ്പർട്ടി? കോൺവെക്സ് ടു ഒറിജിൻ ഷേപ്പ്. ദെൻ ഇൻഡിഫറൻസ് കർവ് ഒരിക്കലും പരസ്പരം ഇന്റർസെക്ട് ചെയ്യില്ല എന്നുള്ളതാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ കൺസ്യൂമറിന് ഡിഫറെന്റ് ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അപ്പോൾ രണ്ട് ഇൻഡിഫറൻസ് കർവ് ഇന്റർസെക്ട് ചെയ്യത്തില്ല. അപ്പോൾ അതൊരു സെൽഫ് കോൺട്രാഡിക്ടറി റിസൾട്ട് ആണ് ഉണ്ടാകുന്നത്. കാരണം നമുക്ക് പല കോമ്പിനേഷൻസും പല ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ നൽകുന്നത്. ദെൻ ഹയർ ഇൻഡിഫറൻസ് കർവ് റെപ്രസെന്റ്സ് ഹയർ സാറ്റിസ്ഫാക്ഷൻ. നോക്കുക, ഇവിടെ IC1 കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ആണ് IC2 തരുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ IC1 എന്ന് പറയുന്നത് ഇത്രയും യൂണിറ്റ് ഓഫ് എക്സും ഇത്രയും യൂണിറ്റ് ഓഫ് വൈയും ആണ് തരുന്നത്, അല്ലെ? അതേ സമയത്ത് IC2 ഉണ്ടെങ്കിലോ നമുക്ക് എക്സ് എത്രയാണെന്ന് വിചാരിക്കാം, പക്ഷെ വൈ എത്ര കിട്ടി? നമുക്ക് ഇത്രയും യൂണിറ്റ് വൈ കിട്ടി. ക്ലിയർ ആയോ? യെസ്. അപ്പോൾ അതാണ്, ഈ ഒരു പോയിന്റ് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇത്രയും യൂണിറ്റ് എക്സ് കിട്ടുന്നു, പകരം ഇത്രയും യൂണിറ്റ്. നേരത്തെ ഉണ്ടായിരുന്ന ഇൻഡിഫറൻസ് കർവിന്റെ അത്രയും ലെവൽ വൈയും, പക്ഷെ ഇവിടെ ഈ എക്സ് എത്ര കിട്ടി? ഇത്രയും കൂടുതൽ കിട്ടി. അപ്പൊ എന്തായാലും എങ്ങനെ നോക്കിയാലും ഇൻഡിഫറൻസ് കർവ് ഹയർ ഇൻഡിഫറൻസ് കർവ് ആണെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ കൂടുതൽ തന്നെ ആയിരിക്കും. ഇനി ഇൻഡിഫറൻസ് കർവ് ഡു നോട്ട് ടച്ച് ഐദർ ഓഫ് ദ ആക്സിസ്, അതായത് ഈ ഒരു ആക്സിസിനെ ഇങ്ങനെ ടച്ച് ചെയ്ത് വരയ്ക്കത്തില്ല. ഇങ്ങനെ നമുക്ക് ഒരിക്കലും ഒരു ഷേപ്പ് വരയ്ക്കാൻ പറ്റില്ല. അതുപോലെ ഇവിടെ ഇങ്ങനെ ഈ ആക്സിസിനെ ടച്ച് ചെയ്തുള്ള ഷേപ്പിൽ നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. ഇതിങ്ങനെ രണ്ട് ആക്സിസിനെയും ടച്ച് ചെയ്ത് ഇങ്ങനെ നടുക്കായിട്ട് തന്നെ കോൺവെക്സ് ടു ദ ഒറിജിൻ ആയിട്ട് തന്നെ വരയ്ക്കുള്ളൂ. ഇനി നോ ഇൻഡിഫറൻസ് നമ്മൾ പറഞ്ഞു. ദെൻ സം എക്സെപ്ഷണൽ ഷേപ്സ്. ഇനി ഈ ഇൻഡിഫറൻസ് കർവിൽ എപ്പോഴും നമ്മൾ ഈ ഒരു ഷേപ്പ് തന്നെ ആവണോ നിർബന്ധമുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ചില മറ്റുള്ള ഷേപ്സ് വരാം. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ എക്സെപ്ഷണൽ ഷേപ്സ് വരാം. അതെന്താ എപ്പോഴാണെന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സിന്റെ കേസിൽ ചിലത് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആവും, ചിലത് ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിരിക്കും. അപ്പൊ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണെങ്കിൽ നോക്കാം. വെൻ ടു ഗുഡ്സ് ആർ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് ഈച്ച് അതർ, their indifference curve will be a straight diagonal line sloping downwards from left to right. It is because of the fact that MRS in such cases is constant. അതായത് രണ്ട് ഗുഡ്സ് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ ആ കേസിൽ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഡയഗണൽ ലൈനാണ്, സ്ലോപ്പിംഗ് ഡൗൺവേർഡ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് സ്ലോപ്പ് ചെയ്യുന്ന ഡയഗണൽ ലൈനായിട്ടാണ് നമ്മളിപ്പോൾ കാണിക്കുന്നു. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഫാക്ട് ദാറ്റ് MRS എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, ദാറ്റ് ഈസ് 1. സി ഇതാണ് കേട്ടോ, ഈ ഒരു ഷേപ്പ് ആയിരിക്കും ഇതാണ് ഇൻഡിഫറൻസ് കർവ്. കണ്ടല്ലോ? അപ്പൊ എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ ആണ്, ദാറ്റ് ഈസ് സ്ലോപ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ലെഫ്റ്റ് ടു റൈറ്റിലേക്ക്, അതായത് ഡൗൺവേർഡിലേക്ക് സ്ലോപ്പ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻസ് ആണ് ഇവിടുത്തെ ഇൻഡിഫറൻസ് കർവ്. ഇതിന്റെ ഇംപ്ലിക്കേഷൻ എന്താന്ന് വെച്ചാൽ MRS കോൺസ്റ്റന്റ് ആണ്, അതായത് 1 ആണ്. MRS എന്ന് പറയുന്നത് എന്താ? മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഏതായാലും മതി എന്നുള്ളതാണ്. ഐദർ എക്സ് ഓർ വൈ, രണ്ട് ഈക്വലി പ്രിഫറബിൾ ആണെന്നാണ് കോൺസ്റ്റന്റ് MRS കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം എന്താ? രണ്ടും പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണ്, അതാണ് കാരണം. ഇനി കോംപ്ലിമെന്റ്സ് ആണെങ്കിലോ ഒന്നുണ്ടെങ്കിലേ മറ്റൊന്ന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇപ്പോ പെട്രോൾ ഉണ്ടെങ്കിൽ കാർ ഉപയോഗിക്കാൻ പറ്റൂ, അല്ല കാർ ഉണ്ടെങ്കിൽ പെട്രോളിന് ഡിമാൻഡ് വരുന്നത്. ആ ഒരു കേസസ് ആണ് കോംപ്ലിമെന്ററി എന്ന് പറയുന്നത്. ഇപ്പൊ ഇങ്ക് ഉണ്ടെങ്കിൽ പെൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ പെന്നിൽ ഇങ്ക് ഉണ്ടെങ്കിൽ നമുക്ക് ആ പെൻ കൊണ്ട് യൂസ് ഉള്ളൂ. അപ്പൊ ഇതിനെയൊക്കെ നമ്മൾ കോംപ്ലിമെന്റ്സ് എന്ന് പറയുന്നു. ഒരുമിച്ച് ഉപയോഗിക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ പറയുന്നത് പെർഫെക്റ്റ് കോംപ്ലിമെന്റ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ടു ഗുഡ്സ് മേ ബി പെർഫെക്റ്റ് കോംപ്ലിമെന്ററി ടു ഈച്ച് അതർ. ഇൻ സച്ച് കേസ് ഇൻഡിഫറൻസ് കർവ് വിൽ ബി പാരലൽ ടു ഈച്ച് അതർ ആൻഡ് bend at 90-degree angle or L-shaped. They cannot be substituted for each other, thus putting MRS as 0. അപ്പൊ ഇവിടെ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ഒന്നില്ലെങ്കിൽ മറ്റൊന്നും ഉപയോഗമേ ഇല്ല, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കേസിൽ ഒന്ന് മറ്റൊന്ന് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാറിന് പകരം പെട്രോൾ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല, പെട്രോളിന് പകരം കാർ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവിടെ MRS എന്ന് പറയുന്നത് 0 ആണ്. അപ്പം പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സിന്റെ കേസിൽ MRS എന്ന് പറയുന്നത് 1 ആണ്. അതുപോലെ കോംപ്ലിമെന്റ്സിന്റെ കേസിൽ MRS എന്ന് പറയുന്നത് 0 ആണ്. സി ഇതാണ് ഷേപ്പ്, ഇൻഡിഫറൻസ് കർവിന്റെ ഷേപ്പ് ഇതാണ്. ക്ലിയർ ആണല്ലോ?
ഇനി നമ്മൾ അടുത്തത് ബഡ്ജറ്റ് ലൈനാണ്. അപ്പൊ ബഡ്ജറ്റ് എന്ന് പറയുന്ന പേര് തന്നെ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലോർത്തോണം, നമ്മുടെ ഇൻകത്തെ കാണിക്കുന്ന ലൈനാണ്. അതായത് ഓരോ കൺസ്യൂമറിന്റെയും ലിമിറ്റേഷൻ എന്ന് പറയുന്നത് അയാളുടെ ഇൻകം ആണ്, അല്ലെ? അപ്പോ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത് എന്താണ്? പ്രൈസ് ലൈൻ ആണ്. ദാറ്റ് റെപ്രസെന്റ്സ് ഓൾ പോസിബിൾ കോമ്പിനേഷൻസ് ഓഫ് ടു ഗുഡ്സ് ദാറ്റ് എ കൺസ്യൂമർ ക്യാൻ പർച്ചേസ് വിത്ത് ഹിസ് ഗിവൺ ഇൻകം ആൻഡ് ദ ഗിവൺ പ്രൈസസ് ഓഫ് ടു കമോഡിറ്റീസ്. അപ്പോ ഒരു കമോഡിറ്റി പർച്ചേസ് ചെയ്യുമ്പോൾ കൺസ്യൂമറിന്റെ മനസ്സിൽ രണ്ട് കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന്, എന്റെ കയ്യിൽ എത്ര ഇൻകം ഉണ്ട്, പിന്നെ ഞാൻ വാങ്ങാൻ പോകുന്ന കമോഡിറ്റിയുടെ പ്രൈസ് എത്രയാണ്, അല്ലെ? ഈ രണ്ട് കമോഡിറ്റീസ് ആണ് എന്റെ മുന്നിലുള്ള രണ്ട് ചോദ്യങ്ങൾ. അപ്പൊ ഞാൻ ഈ രണ്ടിൽ എന്തിലെങ്കിലും ഒന്നിൽ ഞാൻ കോംപ്രമൈസ് ചെയ്തേ പറ്റുള്ളൂ. മെനി കേസസിലും നമുക്ക് പ്രൈസസിനകത്ത് കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത് ഫിക്സ് ചെയ്യുന്നത് സെല്ലറാണ് അല്ലെങ്കിൽ പ്രൊഡ്യൂസറാണ്, അല്ലെ? അപ്പൊ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ സെല്ലർ ഫിക്സ് ചെയ്തിരിക്കുന്ന പ്രൈസിനകത്ത് എനിക്ക് മാറ്റം വരുത്താൻ പറ്റില്ല. ഇനി എന്റെ ഇൻകമോ എനിക്ക് കൂട്ടാനും പറ്റില്ല. അങ്ങനെയുള്ള കേസിൽ ഞാൻ എന്താ ചെയ്യുന്നത്? എന്റെ ലിമിറ്റഡ് ഇൻകം വെച്ചിട്ട് പറ്റുന്ന കമോഡിറ്റി ഏതാണോ, ദാറ്റ് മീൻസ് എന്റെ ഇൻകം വെച്ച് എനിക്ക് വാങ്ങാൻ പറ്റുന്ന പ്രൈസ് ഉള്ള കമോഡിറ്റി ഏതാണോ അത് ഞാനങ്ങ് സെലക്ട് ചെയ്യാനേ പറ്റുള്ളൂ. മനസ്സിലായോ? അതായത് എനിക്കിപ്പോ 10,000 ആണ് ഇൻകം എങ്കിൽ ആ 10,000 വെച്ച് എനിക്ക് വാങ്ങാൻ പറ്റുന്ന കമോഡിറ്റീസ് മാത്രമായിരിക്കണം എന്റെ ചോയ്സ്. ഓക്കെ, അങ്ങനെയെങ്കിൽ മാത്രമേ എന്റെ ബഡ്ജറ്റ് ലൈൻ കൊണ്ട് ഒരു ഇതുള്ളൂ, ഇഫക്റ്റ് ഉള്ളൂ. ബഡ്ജറ്റ് ലൈൻ കൊണ്ട് അഡ്വാൻറ്റേജ് അപ്പോഴേ വരുന്നുള്ളൂ. നോക്കുക, ഇവിടെ ഓൾട്ടർനേറ്റീവ് കൺസംഷൻ പോസിബിലിറ്റീസ് ആർ ഡ്രോൺ. ഇൻകം ഈസ് ഷോൺ ഹിയർ 100. ഇവിടെ ഇൻകം സെയിം ആണ്. വൈ? ബിക്കോസ് ദ ഇൻകം ഈസ് നോട്ട് ചേഞ്ചിങ് ഓവർ ടൈം, because it will take too much years to change that income. So the income is constant here. It is shown as 100 and 100 only. Then here there are two commodities, apples and oranges are expressed. Here apples, see, 10, 9, 8, 7 like that, and orange 0, 1, 2, 3 etc. Okay, അപ്പൊ ഞാൻ 10 യൂണിറ്റ്സ് ഓഫ് ആപ്പിൾ എനിക്ക് ഇപ്പൊ ഇവിടെ 100 ആണല്ലോ എന്റെ ഇൻകം. ഈ 100 ഇൻകം വെച്ച് എനിക്ക് ഐദർ ഐ ക്യാൻ പർച്ചേസ് 10 യൂണിറ്റ്സ് ഓഫ് ആപ്പിൾ ഓൺലി, 0 orange I can purchase. So I can purchase 10 units of apple only with this 100 rupees. In the second combination, the same, my income is same, so that my budget line same. So I can buy 9 units of apple and 1 unit of orange. Here I can purchase 8 units of apple and 2 units of orange. Likewise, suppose I am reducing the apples, number of apples, ഓറഞ്ചസ് ഇൻക്രീസ്. അപ്പൊ ഞാനിവിടെ ആപ്പിളിന്റെ എണ്ണം കുറയ്ക്കുകയാണെങ്കിൽ ഓറഞ്ചസിന്റെ എണ്ണം എനിക്ക് കൂട്ടാൻ പറ്റും. ഇവിടെ നോക്കുക, എന്തുകൊണ്ടാണ് എനിക്ക് ഓറഞ്ചിന്റെ എണ്ണം കൂട്ടണമെങ്കിൽ ആപ്പിളിന്റെ എണ്ണം കുറയ്ക്കേണ്ടി വരുന്നത്? ബിക്കോസ് മൈ ഇൻകം ഇസ് സെയിം, ഇൻകം 100 തന്നെയാണ്. സോ നമുക്കിത് ആൾജിബ്രായിക്കലി വി ക്യാൻ റെപ്രസെന്റ് that the consumer can buy any bundle of A and B such that M is greater than or equal to price of X into quantity of X plus price of Y multiplied by അല്ലെങ്കിൽ price of Y into quantity of Y. അപ്പൊ ഇവിടെ M എന്ന് പറയുന്നത് നമ്മുടെ ബഡ്ജറ്റ് ആണ്. ബഡ്ജറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഇൻകം എന്ന് പറയുന്നത് ഒന്നുകിൽ ഗ്രേറ്റർ ആയിരിക്കണം അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കണം. എന്തിനോട്? എക്സിന്റെ പ്രൈസും എക്സിന്റെ ക്വാണ്ടിറ്റിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതും വൈയുടെ പ്രൈസും വൈയുടെ ക്വാണ്ടിറ്റിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത് തമ്മിൽ ആഡ് ചെയ്യുന്നു. ഓക്കെ, ഈ ബഡ്ജറ്റ് ലൈനെ നമ്മൾ ഡയഗ്രമാറ്റിക്കലി പ്ലോട്ട് ചെയ്യാം. അപ്പോൾ അവിടെ പ്ലോട്ട് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് ദ സ്ലോപ്പ് ഓഫ് ബഡ്ജറ്റ് ലൈൻ. ദ സ്ലോപ്പ് ഓഫ് എ കർവ് ഇസ് കാൽക്കുലേറ്റഡ് ആസ് ചേഞ്ച് ഇൻ വേരിയബിൾ ഓൺ ദി y axis divided by change in variable on the x axis. Slope of the budget line is given in a given table. Example will be number of units of oranges that consume. നമ്മൾ പറഞ്ഞ ആ ഒരു എന്താണ് എക്സാമ്പിളിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. So slope of budget line കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ ഇപ്പൊ പറഞ്ഞ എക്സാമ്പിളിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. ഇത് യൂണിറ്റ്സ് ഓഫ് ഓറഞ്ചസ്, അത് y ആന്ന് വിചാരിക്കുക. യൂണിറ്റ്സ് ഓഫ് ഓറഞ്ചസ് willing to sacrifice by units of apples willing to gain. That means delta y by delta x. ഇങ്ങനെയാണ് നമ്മൾ സ്ലോപ്പ് ഓഫ് ബഡ്ജറ്റ് ലൈൻ കാണുന്നത്. ക്ലിയർ ആയോ? അപ്പോ ഇവിടെ നമ്മൾ പറഞ്ഞു ഈ y, ഇത് ഓറഞ്ചിനെ നമ്മൾ y ആയിട്ട് എടുക്കുന്നു. അപ്പൊ ഇതിലുണ്ടാകുന്ന ചേഞ്ച് ആണല്ലോ ഡെൽറ്റ y. അപ്പൊ ഡെൽറ്റ y ബൈ ഇതിനെ നമ്മൾ x ആയിട്ട് അസ്യൂം ചെയ്യുന്നു ആപ്പിൾസിനെ. അപ്പൊ ഡെൽറ്റ y ബൈ ഡെൽറ്റ എക്സ്, അതാണ് എന്ത്? സ്ലോപ്പ് ഓഫ് ബഡ്ജറ്റ് ലൈൻ. ക്ലിയർ ആണല്ലോ? ഡെൽറ്റ y ബൈ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വൈക്ക് വേണ്ടി എത്ര എക്സ് നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നു, അല്ലെ?
അപ്പോൾ വൈക്ക് വേണ്ടി എക്സ് സാക്രിഫൈസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ വൈയിലും ചേഞ്ച് ഉണ്ടാവും, എക്സിലും ചേഞ്ച് ഉണ്ടാവും. ആ ചേഞ്ച് ആണല്ലോ നമ്മളിവിടെ കണ്ടത് അല്ലെ. 10ൽ നിന്ന് 9 ആയിട്ട് മാറുന്നു എന്ന് വെച്ചാൽ ഇവിടെ ചേഞ്ച് ആണ്. ഡെൽറ്റ എക്സ് എത്ര? 1 ആണ്. ഇവിടെ ഡെൽറ്റ വൈ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോ ഓരോ ചേഞ്ച് ഇവിടെ ഉണ്ടാവുന്നു, ഇവിടെയും ചേഞ്ച് ഉണ്ടാവുന്നു. ദാറ്റ് റെപ്രസെന്റ്സ് ദ സ്ലോപ്പ് ഓഫ് ബഡ്ജറ്റ് ലൈൻ, ദാറ്റ് ഇസ് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. ക്ലിയർ? യെസ്. അപ്പൊ സ്ലോപ്പ് ഓഫ് ബഡ്ജറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ -1/1. കാരണം ഇവിടെ നമ്മൾ വൈയെ നമ്മൾ ഇവിടെ എക്സ് നമുക്ക് മൈനസ് ചെയ്തെങ്കിൽ മാത്രമേ വി വിൽ ഗെറ്റ് വൈ അല്ലെ. അപ്പൊ എന്താണ് അവിടെ? നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ആണ് എന്താ വൈയുടെ വാല്യൂ നമുക്ക് നെഗറ്റീവ് ആയിട്ട് വരുന്നു. അപ്പൊ സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത് -1 ആണ് വരിക. ദ സ്ലോപ്പ് ഓഫ് ബഡ്ജറ്റ് ലൈൻ ഇസ് ഈക്വൽ ടു പ്രൈസ് റേഷ്യോ. പിന്നെ ഇത് നമ്മളിവിടെ യെസ് അങ്ങോട്ടാണ് വരുന്നത്. അതായത് സ്ലോപ്പ് ഓഫ് ബഡ്ജറ്റ് ലൈൻ നമ്മൾ വരയ്ക്കുമ്പോൾ സി ഇത് കണ്ടില്ലേ, ഇത് എക്സ് ആണ്, ഇത് വൈ ആണ്. ഓക്കെ, ദിസ് ഇസ് എക്സ് ആൻഡ് ദിസ് ഇസ് വൈ. അപ്പൊ ഇവിടെ m/px, m/py. അപ്പൊ ഇവിടെ നെഗറ്റീവ് ആണ് വരുന്നത്. നമ്മൾ വൈയെ നമ്മൾ കൂടുതൽ കിട്ടണമെങ്കിൽ എക്സ് സാക്രിഫൈസ് ചെയ്യണം, അതുപോലെ എക്സിനെ കൂടുതൽ കിട്ടണമെങ്കിൽ നമ്മൾ വൈ സാക്രിഫൈസ് ചെയ്യുന്നു. അപ്പൊ ആ ഒരു റേഷ്യോ ആണ് ഈ സ്ലോപ്പ്. MRS തന്നെയാണ് ഈ ബഡ്ജറ്റ് ലൈനിന്റെ സ്ലോപ്പിനെ കാണിക്കുന്നത്. നമ്മൾ എത്രത്തോളം ഇൻകം ആണ്, നമ്മൾ ഇൻകം സെയിം ആണല്ലോ, ഈ ബഡ്ജറ്റ് ലൈൻ കാണിക്കുന്ന ഇൻകം സെയിം ആണ്. അതായത് കൂടുതൽ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ വൈ കൂടുതൽ വാങ്ങുന്നു. അതാണ് സ്ലോപ്പ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ബഡ്ജറ്റ് ലൈനിൽ ഷിഫ്റ്റ് വരാം. എപ്പോഴാണ് ബഡ്ജറ്റ് ലൈൻ ഷിഫ്റ്റ് വരുന്നത്? ഒന്നുകിൽ നമ്മുടെ കമ്മോഡിറ്റിയുടെ പ്രൈസ് കുറയണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻകം കൂടണം. രണ്ട് തരത്തിലാണ്. അപ്പൊ ഒന്ന് ചേഞ്ച് ഇൻ ഇൻകം ഓഫ് ദ കൺസ്യൂമർ, രണ്ട് ചേഞ്ച് ഇൻ ഈക്വൽ പ്രൊപ്പോർഷൻ ഓഫ് പ്രൈസസ് ഓഫ് ബോത്ത് ദ ഗുഡ്സ്. രണ്ട് കമ്മോഡിറ്റിയുടെയും പ്രൈസസിൽ ചേഞ്ച് വരണം. ഒന്നാമത് ഇൻകം ചേഞ്ച് ചെയ്യുന്ന കേസിൽ ബഡ്ജറ്റ് ലൈൻ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു ചേഞ്ച് വരാം. അപ്പൊ നമുക്ക് കൂടുതൽ വാങ്ങിക്കാം. ഓക്കെ, അപ്പൊ എന്താണ്? കൂടുതൽ യൂണിറ്റ് ഓഫ് എക്സും വാങ്ങാം, വൈയും വാങ്ങാം. അപ്പൊ ഇവിടെ നോക്കുക, ഫസ്റ്റ് ബഡ്ജറ്റ് ലൈനിൽ ഗുഡ് എക്സ് 15 വാങ്ങി, ഗുഡ് വൈ 30 ആയിരുന്നു. അപ്പൊ അടുത്ത ബഡ്ജറ്റ് ലൈൻ വന്നു. ദാറ്റ് മീൻസ് ഇൻകം കൂടിയപ്പോൾ നമുക്ക് എന്ത് സംഭവിച്ചു? 20 യൂണിറ്റ്സ് ഓഫ് ഗുഡ് എക്സ് വാങ്ങാൻ പറ്റി, 40 യൂണിറ്റ്സ് ഓഫ് ഗുഡ് വൈ വാങ്ങാൻ പറ്റി. ഇവിടെ സ്ലോപ്പ് ചേഞ്ച് ചെയ്യും. സെയിം സ്ലോപ്പ് തന്നെയാണ്. അപ്പൊ ക്വാണ്ടിറ്റിയിൽ വേരിയേഷൻ വന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതേ സ്ലോപ്പ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പോഴ് ഇനി പ്രൈസസ് ഓഫ് ഐദർ ഓഫ് ദ കമ്മോഡിറ്റീസ്. അപ്പൊ നോക്കുക, കമ്മോഡിറ്റിയുടെ പ്രൈസ് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കൺസ്യൂമറിന്റെ ബഡ്ജറ്റ് ലൈൻ ഷിഫ്റ്റ് ചെയ്യാം. നോക്കുക, ഇവിടെ സി ചേഞ്ചസ് ഇൻ ദ പ്രൈസ് ഓഫ് ഗുഡ് എക്സ്. ഇവിടെ എക്സിലാണ് ചേഞ്ച് വരുന്നത്. എക്സിൽ ചേഞ്ച് ചെയ്യുമ്പോൾ എന്താണ്? കൺസ്യൂമറിന് കൂടുതൽ എക്സ് വാങ്ങാം, വൈ സെയിം തന്നെ. കണ്ടില്ലേ, എക്സിന്റെ പ്രൈസ് കുറഞ്ഞാൽ കൂടുതൽ എക്സ് ഇവിടെ വാങ്ങാൻ പറ്റുന്നു. പക്ഷെ വൈയിൽ ചേഞ്ച് വരുന്നില്ല, അപ്പൊ വൈ സെയിം തന്നെ വാങ്ങുന്നു. ഇപ്പോഴും ബഡ്ജറ്റ് ലൈൻ ഷിഫ്റ്റ് ചെയ്യുകയാണ്. അപ്പൊ ഇത് ഒറിജിനൽ ബഡ്ജറ്റ് ലൈൻ ആണെന്ന് വിചാരിക്കുക. AB എന്ന് പറയുന്ന ഒറിജിനൽ ബഡ്ജറ്റ് ലൈൻ. അപ്പോൾ എക്സിന്റെ പ്രൈസ് കുറഞ്ഞാൽ നമുക്ക് ഇത്രയും യൂണിറ്റ് കൂടെ എക്സ് വാങ്ങാം. അപ്പൊ ബഡ്ജറ്റ് ലൈൻ എന്ത് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നു കണ്ടോ. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ തന്നെ നിൽക്കുക. ദാറ്റ് മീൻസ് A യൂണിറ്റ് തന്നെ നമുക്ക് കമ്മോഡിറ്റി വൈ വാങ്ങുന്നുള്ളൂ. അതുപോലെ നമുക്ക് ഈ എക്സിന്റെ വില കൂടി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? എക്സ് കുറവേ വാങ്ങുള്ളൂ. അപ്പോൾ ബഡ്ജറ്റ് ലൈൻ ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ AB2 ആവുന്നു. മനസ്സിലായോ? അപ്പൊ എക്സിന്റെ പ്രൈസ് കൂടിയാൽ ലെഫ്റ്റിലേക്കും ബഡ്ജറ്റ് ലൈൻ ഷിഫ്റ്റ് ചെയ്യും, എക്സിന്റെ പ്രൈസ് കുറഞ്ഞാൽ റൈറ്റിലേക്കും ഷിഫ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി നോക്കുക, വൈയുടെ കേസസിലാണ് കുറവ് വരുന്നെങ്കിലോ അല്ലെങ്കിൽ കൂടുതൽ വരുന്നെങ്കിലോ നോക്കാം. ഇവിടെ AB എന്ന് പറയുന്നത് ഒറിജിനൽ ബഡ്ജറ്റ് ലൈൻ ആണെന്നിരിക്കട്ടെ. അപ്പോ പ്രൈസ് ഓഫ് വൈ എന്ന് പറയുന്നത് കൂടിയാൽ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യും, താഴേക്ക് ഷിഫ്റ്റ് ചെയ്യും. ലൈക്ക് DB അല്ലെങ്കിൽ BD ആയിട്ട് ചേഞ്ച് ചെയ്യുന്നു. DB എന്ന് ഇരിക്കട്ടെ, ഇതിപ്പോ AB എന്നല്ലേ നമ്മൾ വായിക്കുന്നത്. അപ്പൊ DB ആയിട്ട് ഷിഫ്റ്റ് ചെയ്യും എങ്ങനെയെങ്കിലും വൈയുടെ പ്രൈസ് കൂടിയാൽ. ഇനി വൈയുടെ പ്രൈസ് കുറഞ്ഞാലോ? സി ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം അല്ലെ, EB. വീണ്ടും പ്രൈസ് കുറഞ്ഞാലോ? CB. ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യാം. അപ്പൊ പ്രൈസ് ഓഫ് വൈ കുറഞ്ഞാല് നമ്മള് ബഡ്ജറ്റ് ലൈൻ ഈ ആക്സിസിലോട്ട് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യും. മറ്റേത് എക്സിന്റെ ആയതുകൊണ്ടാണ് ഈ ആക്സിസിലോട്ട് ഷിഫ്റ്റ് ചെയ്തത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ രണ്ട് കേസിലും എന്ത് ചെയ്യാം? ബഡ്ജറ്റ് ലൈൻ ഷിഫ്റ്റ് ചെയ്യാം. അപ്പൊ രണ്ട് കേസാണ് നമ്മൾ പറയുന്നത്. ഒന്ന്, ഇൻകം ഓഫ് ദ കൺസ്യൂമർ ചേഞ്ച് ചെയ്യാണ്, ബഡ്ജറ്റ് ലൈൻ ആസ് സച്ച് അങ്ങ് ചേഞ്ച് ചെയ്യുന്നു, ഷിഫ്റ്റ് ആണ് സംഭവിക്കുന്നത്. ഇവിടെ രണ്ട് ആക്സിസിലപ്പോ ഡിഫറൻസ് വരുന്നത്. ഇവിടെയും വൈയിലും ഡിഫറൻസ് വന്നു, എക്സിലും ഡിഫറൻസ് വന്നു. ഇവിടെ നോക്കുക, നമ്മള് വൈ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് എക്സ് ആണ് കൂടുതൽ വാങ്ങുന്നത്. ഓക്കെ, ഇവിടെ
എക്സ് കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് വൈ കൂടുതൽ വാങ്ങിച്ചു. ഇനി നമ്മൾ ഇതിന്റെ ഇക്വിലിബ്രിയം ആണ്, കൺസ്യൂമർ ഇക്വിലിബ്രിയം ത്രൂ ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ അസംഷൻസ് ഒക്കെ ഉണ്ട്, റാഷണാലിറ്റി ഉണ്ട്, അതുപോലെ കൺസ്യൂമറിന് ഇവിടെ ഇൻഡിഫറൻസ് മാപ്പ് ഉണ്ട്. ആ ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറയുന്നത് ഓരോ പ്രിഫറൻസ്, ഹൈ സ്കെയിൽ ഓഫ് പ്രിഫറൻസ് ആണ് കാണിക്കുന്നത്. ഗുഡ് എക്സിനും വൈക്കും ഉള്ള ഹൈ പ്രിഫറൻസ് കാണിക്കുന്നു. പിന്നെ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഓർഡിനൽ ആണ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ കൺസിസ്റ്റൻസി ഓഫ് ചോയ്സ് ഉണ്ട്. പിന്നെ ഇവിടെ കൺസ്യൂമറിന് ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് മണി ഇൻകമേ ഉള്ളൂ, അതാണല്ലോ നമ്മൾ ബഡ്ജറ്റ് ലൈൻ കൊണ്ട് റെപ്രസെന്റ് ചെയ്തത്. ഇനി ഓൾ യൂണിറ്റ്സ് ഓഫ് ദ ഗുഡ്സ് ആർ ഹോമോജിനസ് ആണ്, എല്ലാ യൂണിറ്റ്സ് ഓഫ് ഗുഡ്സ് ഒരുപോലെ ഇരിക്കുകയാണ്. ഗുഡ്സിനെ നമുക്ക് ഡിവിസിബിൾ ആണ്, അതിനെ നമുക്ക് ഇൻടു സ്മോൾ യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതുപോലെ ടോട്ടൽ യൂട്ടിലിറ്റി ഓഫ് ദ കൺസ്യൂമർ എന്ന് പറയുന്നത് എത്ര ക്വാണ്ടിറ്റി ഓഫ് ദ ഗുഡ് കൺസ്യൂം ചെയ്തു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു കൺസ്യൂമറിന്റെ ടോട്ടൽ യൂട്ടിലിറ്റി. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ അസംഷൻസ് വരിക. അപ്പൊ ഈ അസംഷൻസ് ഒക്കെ ആയിരിക്കും കൺസ്യൂമർ എങ്ങനെയാണ് ഇക്വിലിബ്രിയം ചെയ്യുന്നത്. കൺസ്യൂമർ ഇക്വിലിബ്രിയം ഇസ് എ പോയിന്റ് ഓഫ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ഫോർ ദ കൺസ്യൂമർ, ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഫോർ ദ കൺസ്യൂമർ. ഇപ്പൊ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ തന്നെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആണ്. അപ്പൊ ഒരു കൺസ്യൂമറിന് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന പോയിന്റ് ആണ് അദ്ദേഹത്തിന്റെ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് എ പോയിന്റ് ഓഫ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ഓർ യൂട്ടിലിറ്റി ഫോർ ദ കൺസ്യൂമർ. നമുക്ക് നോക്കാം. അപ്പോ ഇവിടെ കൺസ്യൂമറിന്റെ ഇക്വിലിബ്രിയത്തിന്റെ കണ്ടീഷൻസ് ആണ്. രണ്ട് കണ്ടീഷൻസ് ആണുള്ള. ഒന്ന്, പ്രൈസ് ലൈൻ ഷുഡ് ബി ടാൻജന്റ് ടു ദ ഇൻഡിഫറൻസ് കർവ്. അപ്പൊ എന്താ പ്രൈസ് ലൈൻ മീൻസ് ബഡ്ജറ്റ് ലൈൻ. ഇവിടെ ബഡ്ജറ്റ് ലൈൻ എന്തായിരിക്കണം? നമ്മുടെ ഇൻഡിഫറൻസ് കർവുമായിട്ട് ടാൻജന്റ് ആയിരിക്കണം. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ, ഇൻഡിഫറൻസ് കർവ് ഷുഡ് ബി കോൺവെക്സ് ടു ദ പോയിന്റ് ഓഫ് ഒറിജിൻ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കോൺവെക്സ് ഷേപ്പ് ആവണം. അപ്പൊ ഇവിടെ പ്രൈസ് ലൈൻ ഷുഡ് ബി ടാൻജന്റ് ടു ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാല് അങ്ങനെ ടാൻജന്റ് ആവുമ്പോൾ എന്താണ്, ഈ സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവും അതുപോലെ പ്രൈസ് ലൈനും സെയിം ആയിട്ട് മാറുന്നു. രണ്ടിന്റെ സ്ലോപ്പ് ഒന്നാവുന്നു ആ ഒരു പോയിന്റിൽ മാത്രം. ഓക്കെ, അപ്പൊ ഡെൽറ്റ സ്ലോപ്പ് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ആണ്. അതുപോലെ രണ്ടാമത്തെ അസംഷനിൽ കോൺവെക്സ് ആണ്. അതിന് കാരണം മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ബിറ്റ്വീൻ എക്സ് ഫോർ വൈ ആണ്. അപ്പൊ നോക്കുക, ഒന്നാമത്തെ കണ്ടീഷൻ MRS ഓഫ് എക്സ് ഫോർ വൈ, റേഷ്യോ ഓഫ് പ്രൈസസ് ഓഫ് പി ഓഫ് എക്സ് ബൈ പി ഓഫ് വൈ. ഓക്കെ, ഇവിടെ അത് ഫസ്റ്റ് കണ്ടീഷൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യുന്നു നോക്കാം. ഒന്നാമത്തെ കണ്ടീഷൻ നോക്കുക, ബഡ്ജറ്റ് ലൈൻ ഇതാണല്ലോ, MM ആണ് ഇവിടുത്തെ ബഡ്ജറ്റ് ലൈൻ അല്ലെ. MM എന്ന് പറയുന്ന ബഡ്ജറ്റ് ലൈനുമായിട്ട് ഏത് ഇൻഡിഫറൻസ് കർവ് ആണ് ഇത് ടാൻജന്റ് ആയിട്ടുള്ളത്? ഇത് ടാൻജന്റ് ആണോ? ടാൻജന്റ് ആണല്ലേ. ഇവിടെയും ടാൻജന്റ് ആണ്, ഇത് ഇവിടെയും ടാൻജന്റ് ആണ്. അത് ഇക്വിലിബ്രിയം ആണോ? പക്ഷെ അല്ല. കാര്യം എന്താണ്? ബഡ്ജറ്റ് ലൈനുമായിട്ട് ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പ് സെയിം ആണോ? ഇവിടുത്തെ ഇൻഡിഫറൻസ് കർവ് ടാൻജന്റ് ആവുന്ന ആ ഒരു പോയിന്റിൽ ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പും ബഡ്ജറ്റ് ലൈനിന്റെ സ്ലോപ്പും ഒന്നാണോ? അല്ല. ഇവിടെ ഇത് ഡിക്രീസിംഗ് ആയിട്ടാണ് അല്ലെ, ഇവിടെ ഇത് ഇൻക്രീസിംഗ് ആയിട്ടാണ് കമ്പയർഡ് ടു ദ ബഡ്ജറ്റ് ലൈൻ. വാട്ട് അബൌട്ട് ദിസ്? യെസ്, ഇവിടുത്തെ പോയിന്റിൽ നോക്കുക, രണ്ട് ഹൊറിസോണ്ടൽ സ്ട്രേറ്റ് ലൈൻ പോലെ വരുന്നുണ്ടോ? ഈ ഒരു P എന്ന് പറയുന്ന പോയിന്റിൽ എന്താണത്? ഈ ഒരു റേഞ്ച് നിങ്ങൾ നോക്കുക, ഇത്രയും ഒരു റേഞ്ചില് എന്താ സംഭവിച്ചിരിക്കുന്നേ? ബഡ്ജറ്റ് ലൈനിന്റെ സ്ലോപ്പും ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പും ഒന്നാകുന്നു. അപ്പൊ ആ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തു. നമ്മളിവിടെ പറഞ്ഞ ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്? സ്ലോപ്പ് റേഷ്യോ ഓഫ് പ്രൈസസ് ഓഫ് പി ഓഫ് എക്സ് ബൈ പി ഓഫ് വൈ എന്ന് പറഞ്ഞു അല്ലെ. ദാറ്റ് മീൻസ് ഇവിടെ കൺസ്യൂമറിന്റെ എന്താണ്, എക്സും വൈയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള ആ ഒരു കോമ്പിനേഷനിൽ കൺസ്യൂമർ സാറ്റിസ്ഫൈഡ് ആകുന്നു. രണ്ടാമത് നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷനായ ഇൻഡിഫറൻസ് കർവും ബഡ്ജറ്റ് ലൈനും തമ്മിൽ ടാൻജന്റ് ആണ്. ഇനി ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്താണ്? ഹയസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള ഇൻഡിഫറൻസ് കർവ്, ഇവിടെ ഏറ്റവും ഹയസ്റ്റ് ഇൻഡിഫറൻസ് കർവ് IC3 ആണ്. അത് പോസിബിൾ അല്ല, കാരണം ഇൻകം ലിമിറ്റ് എന്ന് പറയുന്നത് ഇവിടെ കിടക്കാണ്, ലൈൻ എന്ന് പറയുന്നത് ഇവിടെ കിടക്കുന്നത് MM എന്ന് പറയുന്ന ലൈൻ. അപ്പൊ MM എന്ന് പറയുന്ന ലൈൻ ആണല്ലോ ഇൻകം കൺസ്ട്രെയിന്റ്. അപ്പൊ ആ ഉള്ള ഇൻകം കൺസ്ട്രെയിന്റിൽ നിന്ന് കൺസ്യൂമറിന് വാങ്ങാൻ പറ്റുന്ന മാക്സിമം അല്ലെങ്കിൽ ഏറ്റവും ഹയർ ആയിട്ടുള്ള ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് IC2 ആണ്. ഈ ഇൻഡിഫറൻസ് കർവ് ഹയർ അല്ല കമ്പയർഡ് ടു IC2. പിന്നെ ഇത് നമ്മുടെ ബഡ്ജറ്റ് ലൈനേക്കാളും താഴെയാണ് എന്ന് വെച്ചാൽ ഇത് വാങ്ങിച്ചാൽ നമ്മുടെ കയ്യിൽ പൈസ എക്സസ് ഇരിക്കും, പക്ഷെ നമ്മൾ സാറ്റിസ്ഫാക്ഷൻ മാക്സിമം ആവൂല. നമുക്ക് ഇത്രയും വാങ്ങാം, ഈ ഇൻഡിഫറൻസ് കർവ് വരെ നമുക്ക് ചൂസ് ചെയ്യാം, വാങ്ങാം. പക്ഷെ ഇവിടെ ഇത് മാക്സിമം ആണ്, ഇതിനപ്പുറത്തേക്ക് കൺസ്യൂമറിന് പോകാൻ പറ്റില്ല. അപ്പൊ ഈ രണ്ട് കണ്ടീഷൻ ഇവിടെ ഫുൾഫിൽ ചെയ്യുന്നുണ്ട്.
ഓക്കെ. പിന്നെ മറ്റൊരു കണ്ടീഷൻ നമ്മൾ പറയുന്നത് കോൺവെക്സ് ടു ദ ഒറിജിൻ ആവണമെന്ന് പറഞ്ഞില്ല. ഇൻഡിഫറൻസ് കർവ് ആണല്ലോ ഈ രണ്ട്, ഇതെല്ലാം എന്താണ് കോൺവെക്സ് ടു ദ ഒറിജിൻ തന്നെയാണ്. അപ്പൊ ഇത് ഇൻഡിഫറൻസ് മാപ്പിനെ ഇപ്പൊ നമ്മൾ ഈ കൺസ്യൂമർ ഇക്വിലിബ്രിയം എങ്ങനെയാ ഡ്രോ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആക്ച്വലി പറയുമ്പോൾ ആ ഇൻഡിഫറൻസ് മാപ്പ് നമ്മൾ നേരത്തെ പഠിച്ച ഇൻഡിഫറൻസ് മാപ്പിനെ ബഡ്ജറ്റ് ലൈനിൽ കൊണ്ടുവന്ന് നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏത് ഇൻഡിഫറൻസ് കർവും ബഡ്ജറ്റ് ലൈനും കൂടെ ടാൻജന്റ് ആവുമ്പോഴാണോ നമുക്ക് സ്ലോപ്പ് സെയിം ആയിട്ട് കിട്ടുന്നത്, ആ ഇൻഡിഫറൻസ് കർവ് ആണ് അല്ലെങ്കിൽ ആ പോയിന്റ് ആണ് കൺസ്യൂമറിന്റെ ഇക്വിലിബ്രിയം അണ്ടർ ഓർഡിനൽ യൂട്ടിലിറ്റി. ഓക്കെ. അപ്പൊ നമ്മൾ വെർബലി പറയുമ്പോൾ നമുക്ക് പറയാം, under ordinal utility approach, consumer equilibrium is reached at a point where the highest possible indifference curve is tangent with the budget line of the consumer. Clear ആയോ? ഇപ്പൊ കൺസ്യൂമറിന്റെ ബഡ്ജറ്റ് ലൈനും അതുപോലെ ഹയസ്റ്റ് പോസിബിൾ ഇൻഡിഫറൻസ് കർവുമായിട്ട് ടാൻജന്റ് ആവുന്ന പോയിന്റ് ആണ് കൺസ്യൂമർ ഇക്വിലിബ്രിയം. ഇവിടെ കൺസ്യൂമർ ഇക്വിലിബ്രിയം സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങൾ വരുന്നു. ദാറ്റ് ഈസ് MRS is equal to ratio of prices or P of X by P of Y. Number 2, MRS continuously fall. അപ്പൊ ഇവിടെ MRS that means ratio of prices, അതായത് പ്രൈസ് ഓഫ് എക്സും പ്രൈസ് ഓഫ് വൈയും ഈക്വൽ ആവുന്നു. അതുപോലെ തന്നെ എന്താണ് ഈ ഒരു MRS മീൻസ് ചേഞ്ച് റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ എക്സ് ആൻഡ് വൈ കണ്ടിന്യൂസ്ലി ഫോൾ ചെയ്യുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ ടേബിളിൽ പഠിച്ചില്ലേ, ആ എക്സ്ചേഞ്ച് റേഷ്യോ രണ്ടും തമ്മിലുള്ള എക്സ്ചേഞ്ച് റേഷ്യോ എന്ന് പറയുന്നത് എന്തായിട്ടും കണ്ടിന്യൂസ്ലി ഫോൾ ആണ്. 3:1, 2:1, 1:1 പഠിച്ച ഓർക്കുന്നില്ലേ, അതാണ് ഇവിടെ പറയുന്നത് MRS കണ്ടിന്യൂസ്ലി ഫോൾസ്. ഇനി നമ്മുടെ എക്സെപ്ഷണൽ ഷേപ്സ് ഓഫ് ഇൻഡിഫറൻസ് കർവ് ആൻഡ് കോർണർ ഇക്വിലിബ്രിയം. Indifference curve may take different shape in exceptional cases like perfect complements, perfect substitutes in case of an exceptional shape of indifference curve. അപ്പോൾ ഇവിടെ നമുക്ക് പെർഫെക്റ്റ് കോംപ്ലിമെന്റ്സിന്റെ കാര്യത്തിലും നമ്മൾ നേരത്തെ പറഞ്ഞതാണ് പെർഫെക്റ്റ് കോംപ്ലിമെന്റ്സിന്റെയും പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സിന്റെ ഒക്കെ കാര്യത്തിൽ ഇൻഡിഫറൻസ് കർവിന്റെ ഷേപ്പ് ഡിഫറെന്റ് ആകുന്നു. അപ്പൊ നോക്കുക, corner solution when only commodity X is purchased. അപ്പോൾ there are may be various reasons. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചേഞ്ച് വരാൻ കാരണം? പ്രൈസിലും ടേസ്റ്റിലും പ്രിഫറൻസിലും ഒക്കെ വ്യത്യാസം വരുമ്പോൾ കൺസ്യൂമർ നേരത്തെ പ്രിഫർ ചെയ്തതിനേക്കാളും ഒരു ചേഞ്ച് ഉണ്ടാവും. കൂടുതൽ ചിലപ്പോൾ Y പ്രിഫർ ചെയ്യും എക്സിനേക്കാളും. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ Y ആണ് ഇവിടെ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് അല്ലെ. സി അപ്പൊ ഇവിടെ കൺസ്യൂമർ ഇക്വിലിബ്രിയം ഇതുപോലെ മിഡിൽ പോയിന്റ് വരണമെന്നില്ല, ഇവിടെയാണ് സ്ലോപ്പ് ഈക്വൽ ആവും. നോക്കുക, IC2ന്റെ ഈ ഒരു പോയിന്റ് സി, ഈ ഒരു പോർഷൻ കണ്ടല്ലോ, ഈ ഒരു പോർഷനിൽ ബഡ്ജറ്റ് ലൈനിന്റെ സ്ലോപ്പും ഈ IC2ന്റെ സ്ലോപ്പും ഒന്നാവുന്നു. അപ്പൊ എന്താണ്, കോർണറിലാണ് ഇവിടെ ഇക്വിലിബ്രിയം വന്നേക്കുന്നത്, മിഡിലല്ല. ക്ലിയർ ആയോ? നേരത്തെ നമ്മൾ പറഞ്ഞ ഇക്വിലിബ്രിയം മിഡിലാണ് വന്നത്, ഇവിടെ എവിടെ വന്നേക്കുന്നത്? കോർണറിലാണ് ഇക്വിലിബ്രിയം വന്നത്. വൈ? ബിക്കോസ് കൺസ്യൂമർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് Y ആൻഡ് Y ഉള്ളി, എന്തിനേക്കാളും എക്സിനേക്കാളും. ഇത്രയും യൂണിറ്റ് എക്സ് മതി, കണ്ടോ? ഇത്രയും വെറും ഒരു 1 യൂണിറ്റ് എന്നൊക്കെ നമ്മൾ വേണേ പറയാം. ഇവിടെ 1, 2, 3 നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് പറയാം 1 യൂണിറ്റ് ഓഫ് എക്സ് മാത്രം കൺസ്യൂമർ പ്രിഫർ ചെയ്യുന്നു. ഇത് ചിലപ്പോൾ ഒരു 10 യൂണിറ്റ്സ് ആയിരിക്കാം, 10 യൂണിറ്റ് അല്ലെങ്കിൽ ഒരു 7 യൂണിറ്റ് ഒക്കെ ആകാം. 7 യൂണിറ്റ്സ് Y പ്രിഫർ ചെയ്യുന്നു. അപ്പൊ ഇവിടെ കോർണറിലാണ്, ഇത് മൂലയല്ലേ, കോർണറിലാണ് ഇക്വിലിബ്രിയം വന്നേക്കുന്നത്. ഇതിനെയാണ് കോർണർ സൊല്യൂഷൻ ഓഫ് Y എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ തിരിച്ച് എക്സും പ്രിഫർ ചെയ്യാം. അപ്പൊ അതേണ്ട സി, ദിസ് ഇസ് കോർണർ സൊല്യൂഷൻ ഫോർ എക്സ്. ഓക്കെ. ഇവിടെ എക്സ് ആണ് കൺസ്യൂമർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഒരു മിസ്റ്റേക്ക് ഉണ്ട്, നോക്കിയിട്ട്. യെസ്, ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, എക്സ് ആണ് ഇവിടെ കോർണർ സൊല്യൂഷൻ വെൻ ഓൺലി കമോഡിറ്റി എക്സ് ഇസ് ബോട്ട്. നോക്കുക, ടെക്സ്റ്റ് ബുക്കിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തിരുത്തിക്കൊള്ളുക. ഓക്കെ. അപ്പൊ നോക്കുക, ഇവിടെ കൺസ്യൂമർ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന എന്താണ്? എക്സ് ആൻഡ് എക്സ് ഓൺലി, എക്സ് മാത്രമാണ്. അപ്പൊ അതെ ഈ കോർണറിലാണ് ഇവിടെ സൊല്യൂഷൻ. അപ്പൊ ഇവിടെ രണ്ടിന്റെ സ്ലോപ്പ് ഈക്വൽ ആയില്ലേ, IC2ന്റെയും അതുപോലെ ബഡ്ജറ്റ് ലൈനിന്റെ സ്ലോപ്പ് ഈക്വൽ ആയി. ഇവിടെയാണ് കൺസ്യൂമർ ഇക്വിലിബ്രിയം. ക്ലിയർ? യെസ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു കോൺവെക്സ് ഷേപ്പ് ആണ് ഇൻഡിഫറൻസ് കർവിനെന്ന് പറഞ്ഞു. അപ്പൊ ചില കേസിൽ ഇൻഡിഫറൻസ് കർവ് കോൺകേവ് ആകാനുള്ള സാഹചര്യം വരുന്നു, അവിടെ കോർണർ ഇക്വിലിബ്രിയം വരുന്നു. നോക്കാം, കോൺവെക്സിറ്റി ഓഫ് ഇൻഡിഫറൻസ് കർവ് ഇസ് ഡ്യൂ ടു ദ റീസൺ ദാറ്റ് marginal rate of substitution of X for Y falls as more of X is substituted for Y. അല്ലെ, ഇവിടെ
നമ്മുടെ MRS of x for y fall ചെയ്യുന്നത്. ദാറ്റ് മീൻസ് കൂടുതൽ എക്സ് നമ്മൾ വൈക്ക് വേണ്ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കേസിൽ കൺസ്യൂമർ വിൽ ചൂസ് ഓർ ബൈ ഓൺലി വൺ ഗുഡ്, ഒരു ഗുഡ് മാത്രം വാങ്ങുന്നു. ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് ദ കൺസ്യൂമർ പ്രിഫേഴ്സ് ടു ബൈ ഓൺലി വൺ ഗുഡ് ആൻഡ് ഡസ് നോട്ട് പ്രിഫർ ഡൈവേർഷൻ ഇൻ ഹിസ് ബൈയിങ് പാറ്റേൺ. ഒരു ഗുഡ് മാത്രം, ഇപ്പൊ എക്സ് ആണെങ്കിൽ എക്സ് മാത്രം പ്രിഫർ ചെയ്യുന്നു, വൈ ആണെങ്കിൽ വൈ മാത്രം പ്രിഫർ ചെയ്യുന്ന സിറ്റുവേഷനാണ്. Same consumer equilibrium in case of concave indifference curves. ഇപ്പൊ ഇവിടെ പോയിന്റ് ബി is on the higher indifference curve അല്ലെ. ഇതാണല്ലോ ഇവിടുത്തെ ഇൻഡിഫറൻസ് കർവ് നോക്കുക. ഇൻഡിഫറൻസ് കർവ് ഇങ്ങനെ തിരിഞ്ഞിടക്കാണ് അല്ലെ. ഇത് IC1, IC2, IC3, IC4, IC5. അപ്പോഴും നമ്മുടെ ഹയർ ആൻഡ് ഹയർ ഇൻഡിഫറൻസ് കർവ് ആണ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ തരുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ ഏറ്റവും ഹയർ ഇൻഡിഫറൻസ് കർവ് ഏതാണ്? IC5 ആണ്. ഷേപ്പ് മാറുന്നതേ ഉള്ളൂ. IC5 ആണ് ഏറ്റവും വലിയ ഇൻഡിഫറൻസ് കർവ്. ഈ ഇൻഡിഫറൻസ് കർവിന്റെ ഈ പോയിന്റ് ബി അതാണ് നമ്മളിവിടെ പറയുന്നത്. കൺസ്യൂമർ വിൽ ബി സാറ്റിസ്ഫൈഡ് അറ്റ് പോയിന്റ് ബി വെയർ ഹി വിൽ ബൈ OB യൂണിറ്റ്സ് ഓഫ് വൈ അല്ലെ. ഇവിടെ OB യൂണിറ്റ്സ് ഓഫ് വൈ ആണ് വാങ്ങുന്നത്. ഓക്കെ. At B, budget line is not tangent to the indifference curve. ഇപ്പൊ ഇവിടെ ബഡ്ജറ്റ് ലൈൻ എന്തല്ല? ടാൻജന്റ് അല്ല. ഇൻഡിഫറൻസ് കർവുമായിട്ട് ടാൻജന്റ് അല്ല. Even though the consumer is here in equilibrium. അപ്പൊ നമ്മൾ പറയുന്നത് യൂഷ്വലി എന്താണ്? ഇവിടെയാണ് നമ്മുടെ ഇക്വിലിബ്രിയം വരേണ്ടത്. ഈ സ്ലോപ്പ് ഇവിടെയാണ് നമ്മുടെ ഇക്വിലിബ്രിയം വരുന്നത്, O എന്ന് പറയുന്ന പോയിന്റിൽ അല്ലെ. കാരണം ഈ ബഡ്ജറ്റ് ലൈനിന്റെയും ഇൻഡിഫറൻസ് കർവിന്റെയും സ്ലോപ്പ് ഒരുപോലെ വരുന്ന ആ ഒരു പോയിന്റിലാണല്ലോ എന്താണ് ടാൻജന്റ് ആവുന്നത്. ആ ടാൻജൻസി പോയിന്റിലാണല്ലോ സ്ലോപ്പ് വരുന്നത്, ഈക്വൽ ആവുന്നത്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവിടെ വരുന്നില്ല. കാരണം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കൺസ്യൂമർ ഇക്വിലിബ്രിയം അല്ല. കാരണം ഇത് IC2 അദ്ദേഹം ഒപ്പം നിൽക്കുന്നത്. IC3 അല്ല, IC4 അല്ല, IC5 അല്ല, IC2 അദ്ദേഹം നിൽക്കുക. അപ്പോൾ ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. അപ്പൊ അദ്ദേഹം പ്രിഫർ ചെയ്യുന്നത് വൈ തന്നെയാണ്. അത് മാത്രമല്ല വൈ മതി, എക്സ് വേണ്ട എന്ന് തീരുമാനിക്കുന്ന കേസിൽ ഹി വിൽ ബി ഇൻ സാറ്റിസ്ഫാക്ഷൻ അറ്റ് ദിസ് പോയിന്റ് ഓൺലി. ബിയിലായിരിക്കും അദ്ദേഹം കൂടുതൽ സാറ്റിസ്ഫൈഡ്. കാരണം ബി എന്ന് പറയുന്നതാണല്ലോ ഇവിടെ ഹയസ്റ്റ് ലെവൽ ഓഫ് ഇൻഡിഫറൻസ്, ഹയർ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് ബി ആണ്. ഇനി കോർണർ സൊല്യൂഷൻ ഇൻ കേസ് ഓഫ് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സിന്റെയും പെർഫെക്റ്റ് കോംപ്ലിമെന്റ്സിന്റെയും കേസിൽ ഈ കോർണർ സൊല്യൂഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ദിസ് ഇസ് ദ കേസ് ഓഫ് another case of corner solution to the consumer's equilibrium occurs in case of perfect substitutes. In this case, tangency or interior solution for consumer equilibrium is not possible since the budget line cannot be tangent to a point of the straight line indifference curve of the substitutes. In this case, budget line would cut the straight line indifference curve. ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടുള്ള ഇൻഡിഫറൻസ് കർവ് ഇതാണ് ഓരോ ഇൻഡിഫറൻസ് കർവ്. സി ദിസ് ഇസ് IC1 ഫസ്റ്റ് ഇൻഡിഫറൻസ് കർവ് IC1, ഇത് IC2, IC3, IC4, IC5 കണ്ടല്ലോ. അപ്പൊ ഇതാണ് ഓരോ ഇൻഡിഫറൻസ് കർവ്. ഇത് കേസ് ഓഫ് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണ്. ഗുഡ് എക്സും ഗുഡ് വൈയും ഒരുപോലെ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ഇക്വിലിബ്രിയം എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? സി ഈ ബഡ്ജറ്റ് ലൈൻ എന്ത് ചെയ്യണം? ഇങ്ങനെ കട്ട് ചെയ്യണം. IC ഡിഫറൻസ് കർവിനെ ഈ രീതിയിൽ കട്ട് ചെയ്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ കൺസ്യൂമർ ഇക്വിലിബ്രിയം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നു. ഇപ്പൊ ഇൻ ദിസ് കേസ് ദ സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ BL എന്ന് പറയുന്ന ബഡ്ജറ്റ് ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഇസ് ഗ്രേറ്റർ ദാൻ ദ സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയാണല്ലോ. അപ്പൊ ഇതിനേക്കാളും ഗ്രേറ്റർ സ്ലോപ്പ് ആണ് ബഡ്ജറ്റ് ലൈനിലുള്ളത്. ദെൻ B would lie on a higher indifference curve. അപ്പം B എന്ന് പറയുന്നത് ഒരു ഹയർ ഇൻഡിഫറൻസ് കർവിലാണ് അല്ലെ. സി ഈ IC2 B എന്ന് പറയുന്നത്. ഓക്കെ. ദാൻ എല്ലിനേക്കാളും ഈ എല്ലിനേക്കാളും ഇതെന്ന് പറഞ്ഞാൽ IC1 ഇവിടെയോ IC2 അദ്ദേഹം നിൽക്കുക. ഇവിടെ ആണെങ്കിലോ IC3 ഇവിടെ IC4 ആണ്. അപ്പൊ ഇവിടെ ഏത് വേണോ അദ്ദേഹത്തിന് പ്രിഫർ ചെയ്യാം. ഒന്നുകിൽ ഇവിടെ രണ്ടിന്റെ സ്ലോപ്പ് ഈക്വൽ ആവും. ഈ പോയിന്റിലും രണ്ടിന്റെ സ്ലോപ്പ് ബഡ്ജറ്റ് ലൈന്റെയും IC കർവിന്റെയും സ്ലോപ്പ് ഈക്വൽ ആവുന്നു. അപ്പൊ ഇതിൽ ഏത് കോമ്പിനേഷൻ വേണമെങ്കിലും അദ്ദേഹത്തിന് സെലക്ട് ചെയ്യാം. ബിക്കോസ് ദീസ് ആർ പെർഫെക്റ്റ്
ഇത് തന്നെ നമ്മളിപ്പോൾ ഇവിടെ വരച്ചത് തന്നെയാണ്. ഇവിടെ നമ്മൾ അതായത് ഇപ്പം ഗുഡ് വൈയുടെ കേസസിലാണെങ്കിൽ ഇവിടെ കൺസ്യൂമർ വാങ്ങുന്നത് വൈ ആണല്ലോ, കൂടുതൽ വൈ ആണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഇനി എക്സിന്റെ കേസസിലാവുമ്പോൾ തിരിച്ച് ഇങ്ങോട്ട് വരും. അപ്പൊ അതുണ്ട് ഈ ഒരു പോയിന്റ്, ഈ ഒരു പോയിന്റ്, ഈ ഒരു പോയിന്റ്, ഇതിലേത് വേണമെങ്കിലും കൺസ്യൂമറിന് സെലക്ട് ചെയ്യാം. ഇവിടുത്തെ ബഡ്ജറ്റ് ലൈൻ കണ്ടല്ലോ, ബി എൽ ആണ് ബഡ്ജറ്റ് ലൈൻ. ഇവിടെ ഇൻഡിഫറൻസ് കർവ് ഇങ്ങനെ വരയ്ക്കണം, IC1, IC2, IC3. അപ്പൊ ഇവിടുത്തെ ഹയസ്റ്റ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് ഏതാണ്? IC5 ആണ്. ഓക്കെ, അപ്പൊ കൺസ്യൂമറിന് ഇത് സെലക്ട് ചെയ്യാം, ഇത് സെലക്ട് ചെയ്യാം, ഇത് സെലക്ട് ചെയ്യാം, വേണമെങ്കിൽ ഇതും സെലക്ട് ചെയ്യാം. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗുഡ് എക്സ് മാത്രമായി പോകും. അപ്പൊ ഹയസ്റ്റ് ഏറ്റവും കൂടുതൽ എക്സ് വേണമെങ്കിൽ ഈ ഒരു പോയിന്റ് ആയിരിക്കണം, എല്ലായിരിക്കണം അദ്ദേഹം പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ യെസ്, എല്ലാം പ്രിഫർ ചെയ്താൽ ഹയസ്റ്റ് ഇൻഡിഫറൻസ് കർവിലാണ് അദ്ദേഹം നിൽക്കുന്നത്. ഇവിടെ ബി കണ്ടോ, ഈ ഒരു പോയിന്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ബി വുഡ് ബി ഓൺ ഹയർ ഇൻഡിഫറൻസ് കർവ്. ബി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം IC5 നിൽക്കുന്നത്, ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഓക്കെ, ഇത് കോർണർ ആണല്ലോ, കോർണർ സൊല്യൂഷൻ ആണ്, മിഡിൽ സൊല്യൂഷൻ അല്ല, അല്ലെങ്കിൽ സെന്റർ സൊല്യൂഷൻ അല്ല, കോർണറിലാണ്. ഇവിടെ സൊല്യൂഷൻ വരുന്നത്, ഇക്വിലിബ്രിയം വരുന്നത് കോർണറിലാണ്. കോർണർ വരാൻ കാര്യം എന്ന് വെച്ചാൽ കൺസ്യൂമർ പ്രിഫേഴ്സ് ഓൺലി വൺ കമോഡിറ്റി, അതുകൊണ്ടാണ് കോർണർ സൊല്യൂഷൻ വരുന്നത്. ഇനി പെർഫെക്റ്റ് കോംപ്ലിമെന്റ്സിന്റെ കേസിലാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഷേപ്പ് ആയിരിക്കും വരുന്നത്, IC1, IC2, IC3. ഇവിടെ ബഡ്ജറ്റ് ലൈൻ നോക്കുക, AB is the budget line. കണ്ടോ, in such a case equilibrium of the consumer will be determined at the corner of indifference curve which just touches the budget line. ഇവിടെയും corner of the budget line ആണ്, just touches the ബഡ്ജറ്റ് ലൈൻ. അപ്പോൾ ഇൻഡിഫറൻസ് കർവിന്റെ ഈ ഒരു കോർണറിലായിരിക്കും അദ്ദേഹത്തിന്റെ ഇക്വിലിബ്രിയം മെഷർ ചെയ്യുന്നത്. കണ്ടില്ലേ, ഇവിടെയും. അപ്പോൾ നമുക്ക് ഇത്രയാണ് ഇവിടെ ഉള്ളത്. ബാക്കി നമുക്ക് അടുത്ത സെഷനിലൂടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.